ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം. എല്ലാവർക്കും പ്രണാമം. നമുക്ക് വേറെ ഒരു ആക്ടിവിറ്റീസ് എല്ലാവർക്കും മാതാജിക്ക് വരിക. ഇന്നത്തെ ക്ലാസ് ഞാനായിരിക്കും. ഹരേ കൃഷ്ണ. പ്രണാമം എല്ലാവർക്കും. നമുക്ക് ആദ്യം ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമുക്ക് ആദ്യം ഭഗവാനിലേക്ക് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി. യത്കൃപതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീ ഗുരു ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. വജ്ഞാനതിമിരാന്ധ്യസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യം മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം തദാതി സഭാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദൈവം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹന ലളിതാ ശ്രീവിശാഖാനിം താംസ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധിഭ്യേവ ച പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണീ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരിഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രഭാതിക്ക് ജയ്. ഗുരുദേവിക്ക് ജയ്. അനന്തകോടി വൈഷ്ണവ ഭക്തർക്ക് ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഞാനൊന്ന് സ്ലൈഡ് എടുത്തോട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് 15 അല്ലേ ചാപ്റ്റർ? 15 പ്രഭു. അതെ പ്രഭുജി, 15. ഹരേ കൃഷ്ണ. അപ്പൊ അധ്യായം 15 അല്ലെ, പുരുഷോത്തമം. നമ്മള് 18 അധ്യായത്തിൽ 15-ാമത്തെ അധ്യായത്തിലാണ്, 15-ാമത്തെ ദിവസമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം 18 ദിവസം കൊണ്ടോ 18 ജന്മങ്ങൾ 18,000 ജന്മം കൊണ്ടോ ഒന്നും നമുക്ക് ഭഗവത് മനസ്സിലാക്കാൻ കഴിയില്ല അല്ലെ. അതിപ്പോ നമുക്ക് ജനറൽ കാര്യം കഴിയുമ്പോൾ മനസ്സിലാവും അല്ലെ. ജസ്റ്റ് ഒരു പറയും എന്താണെന്ന് മാത്രമേ 18 ദിവസം കൊണ്ട് നമുക്ക്
പറയാൻ പറ്റുള്ളൂ. എന്താണ് ഭഗവത്ഗീത എന്നൊരു ജനറൽ നോളേജ് മാത്രമാണ് നമുക്ക് തരാൻ പറ്റുന്നത് അല്ലെ. നമുക്കറിയാവുന്നതാണ്, ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതേപോലെ തന്നെ നമുക്കറിയാം, ഇതിൽ തന്നെ ബേസിക് ആയിട്ട് 3 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ജനറൽ ആയിട്ട് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് കർമ്മയോഗം 6, പിന്നെ 7ാമത്തെ ചാപ്റ്റർ തൊട്ട് 12ാമത്തെ ചാപ്റ്റർ വരെ പിന്നെ വരുന്നതാണ് ഭക്തിയോഗം, പിന്നെ വരുന്നതാണ് ജ്ഞാനയോഗം അല്ലെ. 18 ചാപ്റ്റർ. അതിൽ ജ്ഞാനയോഗത്തിന്റെ സെക്ഷൻ ആണ് 15ാമത്തെ അധ്യായം. അപ്പൊ ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എന്തൊരു കാര്യം ചെയ്യണ മുന്നേ നമുക്ക് അറിവും വേണം അല്ലെ. അപ്പൊ ജ്ഞാനയോഗത്തിൽ കൂടെ പല കാര്യങ്ങളും ഭഗവാൻ പറഞ്ഞു തരുന്നതാണ്. എന്താണ് ഭഗവാന്റെ ലോകം എന്താണെന്ന്, ഭഗവാൻ എന്താണ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇപ്പൊ ഈ അധ്യായത്തിൽ പുരുഷോത്തമ യോഗത്തിൽ മെയിൻ ആയിട്ട് എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ അതീന്ദ്രിയ ലോകവും ഭൗതിക ലോകവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞു തരുന്നത്. എന്താണ് അതീന്ദ്രിയ ലോകം, എന്താണ് ഭൗതിക ലോകം, അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ജനറൽ ആയിട്ട് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഈ അധ്യായത്തിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ പറ്റി വിവരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ പ്രഭു, വീഡിയോ ഓഫ് ആണ് പ്രഭു. ഒരു സെക്കൻഡ്. ഓക്കെ, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ആദ്യത്തെ ഇപ്പൊ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, സ്ലൈഡ്സ് കാണില്ലേ മാതാജി? ഹരേ കൃഷ്ണ. സ്ലൈഡ് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാതാജി. അപ്പൊ 15ാമത്തെ അധ്യായത്തിൽ പുരുഷോത്തമ മാതാജി ഒന്ന് വായിച്ചോളൂ. ആദ്യത്തെ ശ്ലോകം ഒന്ന് വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമദശാഖമശ്വത്ഥം പ്രാഗുരവ്യയം ഛന്ദാംസി യസ്യ പന്നാനി യസ്തം വേദ സ വേദവിദ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയണാണ് അല്ലെ. പരമദീപോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായ ഒരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്നറിയുന്നവനെത്രേ വേദജ്ഞൻ. അപ്പൊ ഇതില് ശരിക്കും അതിന്റെ എന്താണ് ഭൗതിക ലോകം, എന്താണ് ആത്മീയ ലോകത്ത് എന്താണെന്ന് പറഞ്ഞു തരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ ഫോട്ടോഗ്രാഫ് നമ്മൾ ഈ സ്ലൈഡിൽ ശ്രദ്ധിച്ചാൽ അറിയാം, മുകളില് ശരിക്കും ഭഗവാനും രാധാറാണിയും കൂടെയുള്ള ഫോട്ടോ ആണ് അല്ലെ. ബാക്കിയുള്ളത് താഴത്ത് കാണുന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ആ താഴത്ത് ഡിസയർ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. അവിടെ നിന്ന് തൊട്ടാണ് ശരിക്കും ഭൗതിക ലോകം സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നത് ആരാ? ബ്രഹ്മദേവനാണ് അല്ലെ. ബ്രഹ്മദേവൻ തൊട്ട് താഴത്തുള്ള എല്ലാ ലോകങ്ങളും ഏറ്റവും താഴത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ബ്രഹ്മദേവൻ കഴിഞ്ഞിട്ട് അതിന്റെ താഴത്തിന് ലിബറേഷൻ, അല്ലെങ്കിൽ അവിടെ ദേവന്മാരെ സിമ്പിൾസ് ആണ്, ദേവന്മാരിന് കാണിച്ചത് ഐരാവതം, അങ്ങനെ താഴ്ന്നു പോകണം. പിന്നെയാണ് മനുഷ്യനെ കാണിക്കുന്നത് അല്ലെ. പിന്നെയാണ് മൃഗങ്ങൾ, പിന്നെയാണ് പല ജന്തുക്കളും കാണിച്ചത്. ഇങ്ങനെയാണ്. അപ്പൊ ഇത് ഭൗതിക ലോകം, അത് ആത്മീയ ലോകം. ഭഗവാന്റെ ലോകം ആത്മീയ ലോകം. അതിന്റെ താഴെയുള്ള നമുക്ക് ഡിസയർ, നമുക്ക് ആഗ്രഹങ്ങൾ, കാമം എന്ന് പറയുമ്പോൾ അത് ഭൗതിക ലോകവും, പ്രേമം എന്ന് പറയുമ്പോൾ അത് ആത്മീയ ലോകമാണ്. അതാണ് കാമം. നമ്മൾ ആത്മീയ ലോകത്തിൽ കിടക്കുമ്പോ പ്രേമമാവും, ഭൗതിക ലോകത്തിൽ കാമമാവും. ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൗതിക ലോകത്തിനെ പറ്റി വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പറയുന്നത് വേരുകൾ മേൽപോട്ട് കണ്ട്. ഇപ്പൊ ഇതിന്റെ വേരുകളൊക്കെ ഈ ഒരു വൃക്ഷമായിട്ട് സങ്കല്പിക്കുന്നു. അശുദ്ധമാ നമ്മളെ അരയാലെന്ന് പറയില്ല, നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിലുള്ള ഫ്രണ്ടിലുള്ളത് അരയാല്. അപ്പൊ അരയാലിന്റെ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതിനൊരു പ്രസന്റ് ചെയ്യാനാണ്. നമുക്ക് മനസ്സിലാവേണ്ട രീതിയിൽ അത് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അതിലെന്ന് പറയണെന്ന് വെച്ചാൽ ഭൗതിക ലോകം എന്ന് പറഞ്ഞത് വേരുകൾ മേൽപോട്ട്. ഇപ്പൊ നമുക്കറിയാം, അരയാലിനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ വേരുകൾ മേൽപോട്ടായിട്ടുണ്ട്. ഏറ്റവും മുകളിൽ തന്നെ ബ്രഹ്മദേവൻ, ആ വേരിന്റെ ഏറ്റവും ടോപ്പിലാണ് ബ്രഹ്മദേവൻ ഇരിക്കുന്നത് അല്ലെ. വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടും ഉണ്ട്. ശാഖകളൊക്കെ കീഴ്പോട്ടായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. കീഴ്പോട്ടും അക്ഷയമായിട്ടുള്ള അശ്വത്ഥമുണ്ട്. അശ്വത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയാലുണ്ട്. അതിന്റെ ഇലകളെ പറഞ്ഞിട്ടുള്ളത് എന്തിട്ടാണ്? വേദമന്ത്രങ്ങളാണ്. പിന്നെ ഈ വൃക്ഷം എന്തെന്നറിയുവൻ എത്ര വേദജ്ഞൻ, വേദം അറിയുന്ന വ്യക്തി. അതായത് വേദം എന്ന് പറഞ്ഞാൽ അറിവാണ് അല്ലെ. അറിവ്, ശരിക്കും അറിവ് കിട്ടുന്ന വ്യക്തിക്ക് എന്താ അറിയാ? ഇത് എന്താണ്, നീ വൃക്ഷം എന്താണെന്ന് അറിയാം. വൃക്ഷം എന്താണ് ശരിക്കും? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ലോകമാണ് എന്നറിയുന്ന വ്യക്തിയാണ് വേദജ്ഞൻ. ഇതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ പറഞ്ഞ ഭൗതിക പ്രവർത്തനങ്ങളിൽ വിരക്തിയും അധ്യാത്മിക ബൗദ്ധ ആസക്തിയുമാണ് ഭൗതിക സേവനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഇതിന് ഈ ഡിസയർ അല്ലെങ്കിൽ ആഗ്രഹത്തിൽ നിന്ന് വിരക്തിയും മുകളിലേക്കുള്ള അപ്പുറത്തുള്ള ആത്മീയ ലോകത്തിലേക്ക് നമ്മൾ ആസക്തിയും കൊണ്ടുവരണം. അതാണ് നമ്മുടെ ലക്ഷ്യം. കാരണം ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് കടക്കണം. ഇവിടെ ഒരു ലൈൻ പോലെ ഉണ്ട് അല്ലെ. ശരിക്കും പറഞ്ഞ ഈ ലൈൻ ശരിക്കും ആത്മീയ ലോകത്തിൽ വിരജാനദി എന്ന് അതിനെ പറയണം. ആ ലൈനാണ് പറയുന്നത്. ആ വിരാജതാനദി കടന്നാല് നമ്മൾ ആത്മീയ ലോകത്തിലേക്ക് പോകും. ആത്മീയ ലോകത്തിലാണ് പിന്നെ വൈകുണ്ഠ ലോകങ്ങളും മറ്റുള്ളത്. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ
കാരണം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഈ ലോകം, ഭൗതിക ലോകം എന്ന് പറഞ്ഞത് ശാശ്വതമല്ല അല്ലെ, മിഥ്യമല്ല, പക്ഷെ ശാശ്വതമല്ല എന്ന് പറഞ്ഞത് സംഗതി ഉണ്ട്. കാരണം ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്, ഭഗവാന്റെ തന്നെ ബഹിരംഗ ശക്തിയാണ് ഭൗതിക ലോകം. അപ്പൊ അത് ശക്തി ഉണ്ട്, പക്ഷെ അത് ശാശ്വതമല്ല, അത് നിലനിൽപ്പില്ല. അതറിയാം, നമുക്കറിയാം അല്ലേ, ബ്രഹ്മാവിന് ഏജ് ഉണ്ട്, ബ്രഹ്മ ഒരു സമയം, അതല്ലേ ബ്രഹ്മാവിന്റെ നരച്ചത് കാണിക്കുന്നത്, അതിനൊരു ഇൻഡിക്കേഷൻ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെ. അപ്പൊ ബ്രഹ്മാവിന് അടക്കം മരണമുണ്ട് അല്ലെ. അപ്പൊ മരണമുള്ളടത്ത് മരണമില്ലാത്തൊരു സ്ഥലമാണ് ഭഗവാന്റെ ആ ലോകം. അപ്പൊ ആ ലോകത്തിന്റെ ഒരു പ്രതിഫലനാണ് ശരിക്കും പറയുന്നത് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഭൗതിക ലോകം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ശാശ്വതമല്ലാത്തത്, ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ളത് ഭഗവാന്റെ ലോകമാണ്. അത് ശാശ്വതം, അവിടെ എപ്പോഴും നിലനിൽപ്പുണ്ട്. അതാണ് ആത്മീയ ലോകത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പുണ്ടാവും എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ മരണചക്രങ്ങളിൽ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ബ്രഹ്മലോകം തൊട്ട് പാതാളം വരെയുള്ള ലോകത്തിലേക്ക് നമ്മുടെ ജന്മചക്രങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അത് മനസ്സിലാവുന്ന വ്യക്തി, ഇത് എന്താണ് ഇതെന്ന് പറഞ്ഞ ആളാണ് വേദജ്ഞൻ എന്നാണ് ഈ അധ്യായത്തില് ഫസ്റ്റ് ശ്ലോകത്തില് പറയുന്നത്. അടുത്ത ശ്ലോകം ഹരേ കൃഷ്ണ. ഹരേഷ്ണ, ഒരു സെക്കൻഡ് മാതാജി, ഇപ്പൊ ഇതൊന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിലൊരു പോയിന്റും കൂടി ഉണ്ട്. വേദ പഠനത്തിന്റെ ഉദ്ദേശം കൃഷ്ണനെ പറ്റി അറിയുന്നതാണ് ഈ അധ്യായത്തിൽ പ്രസ്താവിക്കുന്നത്. അപ്പൊ വേദ പഠനം, അതിന് വേദജ്ഞൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഭഗവാൻ, ആ വേദങ്ങളിൽ എന്താ പറഞ്ഞു വരുന്നത്, അൾട്ടിമേറ്റ് ഭഗവാനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നതാണ് വേദപഠനം. അതാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. അദശോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃത്ത വിഷയപ്രവാല അദശമൂല്യാന്യനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞ വൃക്ഷത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇതിന്റെ ചില്ലകൾ. ഈ വൃക്ഷത്തിന് താഴേക്കിറങ്ങുന്ന വേരുകളുണ്ട്. മനുഷ്യ സമുദായത്തിന്റെ ബലോദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവയത്രേ. അപ്പൊ ഇതിനെ വീണ്ടും വർണ്ണിക്കുന്നു. എന്താണ് ഈ മരം, ഈ മരത്തിനെ പറ്റി വർണ്ണിക്കുന്നു. ആ മരത്തിൽ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശാഖകളുണ്ട് അല്ലെ, ഈ മരത്തിന് കുറെ ശാഖകൾ ഉണ്ടാവും. ഈ ശാഖകൾ എന്ന് പറഞ്ഞാൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ പോഷിക്കപ്പെട്ടാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൗതിക പ്രകൃതിയിൽ ത്രിഗുണങ്ങൾ നമുക്കറിയാം, നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് സത്ത്, രജസ്, തമസ്, ഇങ്ങനെ 3 ഗുണങ്ങളിലാണ് ഭൗതിക പ്രകൃതിയിലുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ അറിയാണ്ടും അറിഞ്ഞും ഈ ഭൗതിക പ്രകൃതിയിലെ ഈ 3 ഗുണങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഉപയോഗിക്കണോ അതിനനുസരിച്ച് ഇതിന്റെ ശാഖകൾ വലുതാവും. അതായത് ഭൗതിക പ്രകൃതിയിലെ നമ്മുടെ നിലനിൽപ്പ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ എത്ര ഭൗതിക പ്രകൃതിനെ ആശ്രയിച്ച് അതിനുള്ളിൽ പോകുന്നോ അതിനനുസരിച്ച്, അതിനൊരു ഉദാഹരണ സഹിതം നമ്മളോട് പറയില്ലേ, ഒരു ഉദാഹരണമാണ് മരത്തിന്റെ ശാഖകൾ വലുതാവുന്നത്. നമുക്ക് ആഗ്രഹം വരുന്നതോടുകൂടി നമ്മൾ ശാഖകൾ വലുതാവും. അപ്പൊ എന്താണ്, നമ്മളെ ഭൗതിക പ്രകൃതിയിൽ നമ്മൾ കുടുങ്ങി കിടക്കേണ്ട സമയങ്ങൾ നമ്മൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അതാണ് പറഞ്ഞത്, അതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കും. അതാണ് അതിനെ പോഷിപ്പിക്കുന്നത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ്. ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇതിന്റെ ചില്ലകൾ. അപ്പൊ ചില്ലകളുണ്ട്. അപ്പൊ കാരണം ഈ എന്താ പറയാ, ഒന്ന് പറയുന്നത് ശാഖകൾ, അതേപോലെ തന്നെ ചില്ലകൾ. നമുക്ക് ഇന്ദ്രിയങ്ങൾ, ആഗ്രഹങ്ങൾ, ഈ ആഗ്രഹത്തിന്റെ മുകളിലാണ് നമുക്ക് എന്തെങ്കിലും കാണാൻ ആഗ്രഹമുണ്ട്, കേൾക്കാൻ ആഗ്രഹമുണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും അല്ലെ. അതാണ് ഭൗതിക പ്രകൃതി. ഭൗതിക പ്രകൃതി കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ഇന്ദ്രിയങ്ങൾ എടുക്കണ്. അപ്പോൾ അത് രണ്ടും ഒരേപോലെ തന്നെ. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് ഈ നമ്മള് ഭൗതിക പ്രകൃതിയിൽ കുടുങ്ങി കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമ്മളെ ശാഖകൾ വലുതാവുന്നു. അതാണ് നമ്മളത് ഭൗതിക പ്രകൃതിയുടെ ആസക്തി നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ ഇതിന് ഉദാഹരണം പറയുമ്പോൾ മരത്തിന്റെ ശാഖകൾ വലുതാവുന്നത് പോലെ ഈ വൃക്ഷത്തിൽ താഴെ ഇറങ്ങുന്ന വേരുകളുണ്ട്. ഇവ മനുഷ്യ സമൂഹത്തിന്റെ ബലോദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവയത്രേ. അപ്പൊ ഇതിന്റെ വേരുകൾ അല്ലെ ഏറ്റവും. അപ്പൊ വേരുകൾ എന്ന് പറയുമ്പോൾ കർമ്മങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കർമ്മങ്ങൾക്ക് ചെയ്യണോ അതിനനുസരിച്ച് നമ്മൾ ഈ ഭൗതിക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലം, മരത്തിന്റെ പറയില്ലേ, തായ്വേന് ബലം കൂടിക്കഴിഞ്ഞാൽ അത് വീഴില്ലേ അല്ലെ, അത് അതേപോലെ തന്നെ നിൽക്കും, അത്രയും പെർമനന്റ് ആവും. അതേപോലെ എത്ര കർമ്മങ്ങൾ, നമ്മൾ ബലോദിഷ്ട കർമ്മങ്ങൾ, നമ്മൾ പല കർമ്മങ്ങൾക്ക് നമുക്ക് ആഗ്രഹം വെച്ചിട്ട് എത്ര കർമ്മങ്ങൾ ചെയ്യുന്നതോ അതിനനുസരിച്ച് ഭൗതിക പ്രകൃതിയുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ ഇവിടെ ബദ്ധാത്മാവായിട്ട് നിലനിൽക്കുന്ന സാധ്യത കൂടിക്കൊണ്ടേയിരിക്കുന്ന ചെയ്യുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിന്ന് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിസയേഴ്സ്, ആ കാമം, അത് നമ്മൾ അല്ലെങ്കിൽ ആസക്തി, അത് നമ്മൾ കുറച്ചു കൊണ്ടുവരണം. അല്ലെങ്കിൽ ഭൗതിക പ്രകൃതി
ഉണ്ടാകുന്ന, ഇപ്പൊ ഇതിൽ വേണമെങ്കിൽ അറിയാലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ ജീവിതം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെ ജന്മങ്ങൾ എന്ന് പറഞ്ഞ ഒരു ശാഖയിൽ നിന്ന് അടുത്ത ശാഖയിലേക്ക് നമ്മൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ മാക്സിമം നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ച പോലെ ബ്രഹ്മലോകം തൊട്ട് പാതാളം വരെ നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഈ ശ്ലോകത്തോട് മനസ്സിലാക്കേണ്ടത്. അടുത്തത് 3ഉം 4ഉം മാതാജി. ഹരേ കൃഷ്ണ. ന രൂപമസ്യേഹ തദോപലിപ്യതേ നാന്തോ ന ചാതിർന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേണ ചിത്വാ തദ പദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യദ പ്രവൃത്തി പ്രസൃതാ പുരാണി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇതിൽ പറഞ്ഞത് 3ാമത്തെ ശ്ലോകത്തിൽ ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണുകയില്ല. അതിന്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല. വേരുറച്ച് ഈ വൃക്ഷത്തിന്റെ ദൃഢനിശ്ചയത്തോട് വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ചു കളയണം. എന്നിട്ട് എവിടെ ചെന്നാൽ തിരിച്ചുവരവില്ലയോ ആ ദിവ്യ പദം പൂകി സ്മരണാതീത കാലം മുതലേക്കുള്ള എല്ലാത്തിന്റെ മുറിവിടമായ പരമപുരുഷന് സമർപ്പിക്കണം. അപ്പൊ ഇതിലൊക്കെ പറയുന്നത് ഭഗവാൻ ക്ലിയർ കട്ട് ഓരോ ശ്ലോകങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. കാരണം ഭൗതിക ലോകം വേറെ, എന്റെ ലോകം വേറെ എന്ന് പല ശ്ലോകങ്ങളിൽ ക്ലിയർ കട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താ പറയുന്നത്? ആ ദിവ്യ പദം പൂകി സ്മരണാദികാലം മുതൽ എല്ലാത്തിനും ഉറമൂടമായ പരമപുരുഷന് സമർപ്പിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് വിരക്തി വേണം. നമ്മൾ ഭൗതിക ആസക്തിയോട് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് തന്നെ അറിയില്ല. അതിന് പറഞ്ഞ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? ഇതിന്റെ ഈ ആരംഭം അവസാനം അറിയാത്ത രീതിയിൽ നമുക്കറിയില്ല. അതിന് നമുക്ക് സാധാരണ രീതി നമുക്ക് മനസ്സിലാവും. നമ്മൾ എന്തിനാ ജനിക്കുന്നത്, നമ്മൾ എന്തിനാ ജീവിക്കുന്നത് നമ്മൾ അറിയാത്ത രീതിയിൽ ഈ ഭൗതിക ആസക്തിയിൽ നമ്മൾ കുടുങ്ങി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു. അതിന് പറഞ്ഞ ഭൗതിക ശാഖകളിൽ പെട്ട് കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് വൃക്ഷത്തിന്റെ വിസ്തൃതി എത്രയെന്നോ മൂലം എവിടെയെന്നോ മനസ്സിലാക്കാൻ കഴിയില്ല. എങ്കിലും കാരണം കണ്ടെത്തണം. കാരണം ഈ ഭൗതിക പ്രകൃതിയുടെ ഭൗതിക പ്രകൃതി ത്രിഗുണങ്ങളിൽ അതിൽ നമ്മൾ പെട്ടുകിടക്കുന്ന കാരണം കൊണ്ട് നമ്മൾ കുടുങ്ങിക്കിടക്കണം പറയുന്നത്. ആ കുടുങ്ങിക്കിടക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഈ വൃക്ഷത്തിന് അത്രയും വലിയൊരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ വ്യാപ്തി നമുക്ക് അറിയാൻ കഴിയില്ല, എവിടെ നിന്നാ തുടങ്ങേണ്ട. പക്ഷെ എന്നിരുന്നാലും അതിന്റെ മൂലസ്ഥാനം നമ്മൾ കണ്ടെത്തണം. അപ്പൊ അത്ര ഈസി നമ്മൾ പറയല്ലോ, വളരെ ഈസി ഉള്ളതല്ല. ഭക്തിയുത സേവനമാണെങ്കിലും പറയുമ്പോൾ നമ്മൾ പറഞ്ഞാലും അതിന്റെ സ്റ്റെപ്പുകൾ ഒരു ഇനീഷ്യൽ 1 by 1 ആയിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലും ആത്മീയ സേവനം മാത്രമുള്ളൂ അടുത്ത ഇതിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ബാക്കിയുള്ള ഭൗതിക കാര്യങ്ങളെല്ലാം ഈ ജന്മത്തോടെ അവസാനിക്കണം അല്ലെ. പക്ഷെ അതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പല എക്സാമ്പിൾ നമുക്കറിയാം. നമ്മൾ ചില കുട്ടികളൊക്കെ എത്ര സ്പീഡിലാണ് പല കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മളെ തന്നെ വീട്ടുകൾ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. അപ്പൊ അതിന് പറഞ്ഞത് ആത്മീയത എന്ന് മാത്രമാണ് നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് അന്വേഷിക്കണം, ആ സത്യം നമ്മൾ കണ്ടെത്തണം. നമ്മൾ ആരാണ്, എവിടേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന്. അതെന്ന് പറഞ്ഞാൽ അല്ലായ മൂലം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ അതിനു വേണ്ടി ശ്രമിക്കണം, എങ്കിലും അതിന്റെ കാരണം കണ്ടെത്തണം. അതാണ് പറഞ്ഞത്. ഈ വൃക്ഷത്തിന് ആരംഭമാകുന്ന പരമദിവ്യത്വം പുരുഷനെ ആരാന്ന് അറിഞ്ഞാൽ അതറിഞ്ഞ ഒരാൾക്ക് മായയായ നിഴലോട് ആസക്തി ഉണ്ടാവില്ല. ഇത് മായയാണ്. അത് കാരണം കൊണ്ടാണ് നമ്മൾ എന്തിനാണ് ഭക്തിയുത സേവനം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് എല്ലാവർക്കും വേണ്ടത് ആനന്ദമാണ് അല്ലെ, പരമാനന്ദം. നമുക്ക് എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണത്, നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണത് അല്ലെ. അതാണ് ഭൗതിക പ്രകൃതിയിൽ അത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഛായയാണ്. അത് പറഞ്ഞാൽ അത് സത്യമല്ല. അപ്പൊ മരുഭൂമിയിൽ വെള്ളം അന്വേഷിക്കുന്ന പോലെയാണ് ഭൗതിക പ്രകൃതിയിൽ നമ്മൾ ആ സന്തോഷത്തെ അല്ലെങ്കിൽ ആനന്ദത്തെ നമ്മൾ അന്വേഷിക്കണം എന്ന് പറയുന്നത്. അത് ലഭിക്കണമെങ്കിൽ അതിന്റെ പരമായ സ്ഥാനം എവിടെ നിന്ന് അത് നമ്മൾ മനസ്സിലാക്കണം. അത് എവിടെയാണ് ഉണ്ടാവുക? അത് പരമദിവ്യോത്തമ പുരുഷൻ അറിഞ്ഞാലേ അത് മനസ്സിലാക്കുള്ളൂ. അത് അറിഞ്ഞ ആൾക്ക് ഈ മായയോട് ആസക്തി ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അതെന്താ പറഞ്ഞ അഹം സർവസ്യ പ്രഭവ, ഞാനാണ് എല്ലാത്തിന്റെ പ്രഭവസ്ഥാനം. ആ ശക്തി നമുക്ക് മനസ്സിലാക്കണം. അതിനുള്ള യാത്രയാണ് നമ്മള്. അടുത്ത ശ്ലോകം. ഹരേ കൃഷ്ണ. നിർമാന മോഹാജിത സംഘദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വേർവിമുക്ത സുഖദുഃഖ സംജ്ഞേർഗച്ഛന്തി മൂഢ പദമവ്യയം തത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഇനി അടുത്ത ശ്ലോകം. മിഥ്യാഭിമാനം, മായാമോഹം, ദുർസംഗമം, എല്ലാ ദോഷങ്ങൾ അഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽ പെടാതെ സനാതത്തെ അറിഞ്ഞ് സുഖദുഃഖങ്ങളായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മോചിതരായി വിഭ്രാന്തരാകാതെ പരംപുരുഷനെ സ്വയം സമർപ്പിക്കുക എങ്ങനെയെന്ന് അറിയുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും. അപ്പൊ ഭഗവാൻ കുറെ കണ്ടീഷൻസ് പറയുന്നു, ഒറ്റയടിക്ക് നമ്മളോട് പറയല്ല അല്ലെ. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ, മിഥ്യാഭിമാനം, മായാമോഹം, ദുർസംഗം, ഇതൊക്കെ പതുക്കെ പതുക്കെ കളഞ്ഞ് നമ്മളെ സുഖദുഃഖങ്ങൾ എന്നുള്ള, സുഖമായാലും ദുഃഖമാണെങ്കിലും ഈ സുഖവും ദുഃഖവും മാറിക്കഴിഞ്ഞാലോ നമ്മൾ ആത്മീയതയ്ക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ ഭൗതിക ലോകത്തിൽ നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ട്, അതിന് ക്ഷീണ പുണ്യം മർത്യലോക വിശന്തി എന്ന് പറഞ്ഞു. നമ്മള് പുണ്യം കഴിഞ്ഞാലും നമ്മൾ ഭർത്യലോകത്തിൽ പോലും, അതുപോലെ തന്നെ പാപം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നിജമായ ഗ്രഹങ്ങളിലേക്ക് പോയി വീണ്ടും നമ്മൾ അത് കഴിയുമ്പോൾ വീണ്ടും മർത്യലോകത്തിലേക്ക് വരികയും ചെയ്യും. ഇതിങ്ങനെ ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതെന്ന് പറഞ്ഞാൽ അത് വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നു. അതിങ്ങനെ ആ വൃക്ഷത്തിലെ ഒരു ശാഖയിൽ നിന്ന് അടുത്ത ശാഖയിലേക്ക്, അതായത് ചിലപ്പോൾ മനുഷ്യജന്മം കിട്ടാൻ, ചിലപ്പോൾ ദേവഗുണത്തിന് ഉണ്ടെങ്കിൽ ദേവത്തിൽ, ഈ ചക്രത്തിലായിരിക്കും നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാന്ന് പറയുന്നത്. അതിൽ പ്രകൃതിക്ക് ഈശ്വരൻ താനാണെന്ന് ഗർവം പുലർത്തുന്ന ബദ്ധജ്ഞാൽ ഭഗവപാദം സ്വയം സമർപ്പിക്കാൻ പ്രയാസപ്പെടും. അത് നമ്മളെ മൈനസ് പോയിന്റ് ആണ് പറയുന്നത്. നമ്മളെ ചിന്താഗതി എല്ലാതും എനിക്ക് വേണ്ടിയാണ്, ഞാനാണ് എല്ലാത്തിന്റെ. നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ച ഒരു ഉറുമ്പിനെടുത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ആ ഉറുമ്പ് ചിന്തിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് അല്ലെ. അതാണ് പറഞ്ഞത്. അത് അങ്ങനെ ഞാനാണ് പ്രകൃതിക്ക് ഈശ്വരൻ എന്ന ഗർവ് പുലർത്തുന്ന ബദ്ധജീവന് ഭഗവത് പാദങ്ങളിൽ സ്വയം സമർപ്പിക്കാൻ പ്രയാസപ്പെടും. കാരണം നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. കാരണം ഇതിലെന്തോ ഒരു ശക്തി ഉണ്ട്. ആ ശക്തിനെ നമ്മൾ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കണം. എന്താണ് തൻ്റേതെന്നും തൻ്റേതല്ലാത്തതെന്ന് അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ, വസ്തുക്കൾ അതേപടി അറിയാൻ കഴിഞ്ഞാൽ സന്തോഷ സന്താപങ്ങൾ സുഖദുഃഖങ്ങൾ ആദിയായ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും എന്നാ പറയുന്നത്. കാരണം എന്റേത്, അതെന്ത്, തൻ്റെ അല്ലാത്തതും തൻ്റെത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സത്യം പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടേതായ ഈ ലോകത്ത് എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മളുള്ളത്. നമുക്കറിയാം നമ്മളെ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂത നിർമ്മിതങ്ങൾ, എല്ലാം അറിയാലോ അല്ലെ. പഞ്ചഭൂത നിർമ്മിതം നമ്മൾ അത് കഴിഞ്ഞിട്ട് വരും. അപ്പൊ പഞ്ചഭൂത നിർമ്മിതമാണ് നമ്മുടെ സ്ഥൂല ശരീരം. നമ്മുടെ ശരീരം എന്നാണ് പഞ്ചഭൂതം. അത് എവിടെന്നാ വന്നിട്ടുള്ള പഞ്ചഭൂതങ്ങളിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ് അല്ലെ. അത് നമ്മുടെ ആണോ? അല്ല. പിന്നെ നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞത് എന്താണ്? മമ വയസ്സ് ജീവലോകം, അതുവരെ ഉണ്ട്. അപ്പൊ അത് ഭഗവാന്റെ അംശങ്ങൾ. പിന്നെ എന്റേതെന്ന് പറഞ്ഞ എന്താണ്? അതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ എത്തുമ്പോഴാണ് നമുക്ക് ആ മുക്തി ലഭിക്കും എന്ന് പറയുന്നത്. അതാണ് മുക്തി. അടുത്ത ശ്ലോകം അതെ, 6ാമത്തെ. ഹരേ കൃഷ്ണ. നദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമാ പരമം മമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതില് പറഞ്ഞത് പരമമായ എന്റെ ആവാസ സ്ഥാനത്ത് സൂര്യചന്ദ്രമോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരവില്ല. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരവില്ല എന്നേരം നമ്മൾ എന്താണ്? ആ ആനന്ദം, നമ്മൾ ആനന്ദം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളെല്ലാവരും ആനന്ദം, നമ്മുടെ സന്തോഷം നമ്മൾ അന്വേഷിക്കുന്നു. ആ സന്തോഷം നമുക്കറിയാം. നമ്മളൊരു വീട്ടിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ചെന്ന് അവിടെ ആ സന്തോഷം നമുക്ക് തിരിച്ചു വരാൻ തോന്നൂല. ഇത് തന്നെയാണ് നമ്മൾ എന്തുകൊണ്ട് അവിടെ തിരിച്ചു വരാത്തത്. അവിടെ നമുക്ക് കറക്റ്റായ ആനന്ദ, പരമാനന്ദം ഭഗവാനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, അതിന് ഭഗവാന്റെ ആനന്ദ വിഗ്രഹമാണ് അല്ലെ. പരമാനന്ദമായിട്ടുള്ള, കാരണം നമ്മളും ഭഗവാന്റെ അംശമാണ്, നമ്മളും ആനന്ദത്തിലാണ്. ആ ലോകത്തെ പറ്റി ഭാഗം വർണ്ണിക്കുകയാണ്. ആ വർണ്ണത്തിൽ പറഞ്ഞ അവിടെ സൂര്യചന്ദ്രന്മാരെ അഗ്നിയോ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നത്. കാരണം ഭഗവാന്റെ ജ്യോതിസ് തന്നെ, ആ ശക്തി ജ്യോതിസ് തന്നെ അവിടെ ആ പ്രകാശം കൂട്ടുന്ന പറയുന്നത്. അതാണ് നമ്മൾ തമസോമ ജ്യോതിർഗമയ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിൽ, ആ വെളിച്ചം എന്ന് പറയുന്നത് ആത്മീയമായ ലോകമാണ്. നമ്മൾ പറയും ജ്ഞാനത്തിന് ജ്ഞാനത്തിൽ. ഈ അജ്ഞാനം എന്താ? ജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യമാണ്. ആ സത്യമാണ് ഭഗവാൻ. ആ സത്യത്തിലേക്ക് നമ്മൾ കടക്കണം. അതാണ് തമസോമ ജ്യോതിർഗമയ. ആ ജ്യോതി, ആ വെളിച്ചത്തിനെ പറ്റി പറഞ്ഞത്. ആ വെളിച്ചം എന്ന് പറയുന്നത് പരമവ്യോഹത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും സ്വയം പ്രകാശിതങ്ങളാണ്. പരമമായ വ്യോഹം ഭഗവാന്റെ എന്ന് പറയുന്ന വ്യോമത്തില്, പരമാനന്ദമായ ലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ലോകത്തിൽ എല്ലാവരും പ്രകാശമാനമായിരിക്കുന്ന പറയുന്നത്. കാരണം ഭഗവാന്റെ ചുറ്റുമുള്ള ആ പ്രകാശം, അതാണ് ബ്രഹ്മം എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ബ്രഹ്മസാക്ഷാത്കാരം. നമ്മളെല്ലാവരും അതിലേക്കാ പോണത്. ആദ്യം തന്നെ നമുക്ക് ഭഗവാനെല്ലാം നേരിട്ട് കാണാൻ കഴിയും. ആ ബ്രഹ്മത്തെ ഒരു വെളിച്ചാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അതിന് ഭഗവാന്റെ വെളിച്ചത്തിൽ എന്ന് പറയുന്നത് ബ്രഹ്മം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ആ വെളിച്ചാണ് എല്ലാ ലോകം. ആ വെളിച്ചത്തിൽ തന്നെ പറഞ്ഞത് വൈകുണ്ഠങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത്. അനേകം വൈകുണ്ഠ ഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. വൈകുണ്ഠ ഗ്രഹം, അങ്ങനെ ആ വൈകുണ്ഠ ഗ്രഹങ്ങൾ വൈകുണ്ഠനാഥന്മാരുണ്ടെന്ന് പറഞ്ഞ അവർക്ക് അവരുടെ നമ്മൾ പറയും വിഷ്ണുവിന്റെ രൂപം ചതുർഭുജ രൂപമാണ് അല്ലെ. ചതുർഭുജ രൂപേണ വൈകുണ്ഠനാഥന്മാരുണ്ടെന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മളെ ഭൗതിക ലോകത്തിൽ നിന്ന് ആത്മീയ ലോകത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ അവിടെ പറയുന്നത് അതിന്റെ അപ്പുറത്ത് അതിയായ പരമമായ വ്യോമത്തിന്റെ ഉള്ളിലാണ് ഗോലോക
വൃന്ദാവൻ എന്ന് പറഞ്ഞ ഭഗവാന്റെ ലോകമുള്ളതെന്ന് പറയുന്നത്. ആ ലോകത്തിലേക്കാണ്, അവിടെയാണ് ശരിക്കും ഭഗവാൻ. അതാണ് ശരിക്കും ഭക്തന്റെ ഏറ്റവും ടോപ്പുമായിട്ടുള്ളത്. നമ്മൾ ഇതിൽ പറയാം ഗോപികമാരുടെ സ്ഥാനം എന്ന് പറയാം. ഏറ്റവും കൂടുതൽ പരമായ ഭക്തർ എന്ന് പറയുമ്പോൾ ഗോപികമാരാണ് അല്ലെ. അപ്പൊ ഗോപികമാരുടെ ലെവലിലേക്കാണ് ഭക്തർ ഉയരേണ്ടതെന്നാ പറയുന്നത്. അപ്പൊ അവിടെ എത്തുമ്പോഴാണ് അപ്പൊ അതാണ് അത് പോയിന്റ്. പിന്നെ ഇവിടെ ആ ശക്തി, ആ കംപ്ലീറ്റ് ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ചുറ്റുമുള്ള ജ്യോതിനെ നമ്മൾ പറയാം ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത്. അപ്പൊ ആ ജ്യോതി ഉള്ളത് കാരണം കൊണ്ട് ഭൗതിക അവിടെ പ്രത്യേകിച്ച് വേറെ ഗ്രഹങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷെ ഭൗതിക ലോകത്തിൽ എന്താണ്, അവിടെ ഇരുട്ടാണ് അല്ലെ. തമസോമ ജ്യോതിർഗമേ, അവിടെ ഇരുട്ടാണ്. ആ ഇരുട്ടിനെ നമുക്ക് അറിയാൻ വേണ്ടി, ഇരുട്ടിന് വേണ്ടി കാരണം കൊണ്ടാണ് ഇവിടെ സൂര്യചന്ദ്രന്മാരുള്ളത്. അപ്പൊ അത് പിന്നീട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അത് കുറെ ഉണ്ട് അതിനെ പറ്റി പറയണെങ്കിൽ. അടുത്ത 7ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മമ വൈശ ജീവലോക ജീവഭൂത സനാതന മനഃഷ്ഠേന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. എന്റെ ശ്വാസദംശങ്ങളാണ് ഈ ലോകത്തിലെ ബദ്ധരായ സകല ജീവസത്തകൾ. ബദ്ധമായ ജീവിതം നയിക്കുവാൻ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അവർ കഠിനമായ അധ്വാനം ചെയ്യുകയാണ്. അപ്പൊ ഇതാണ് മമേവൈസ ജീവലോക. അപ്പൊ എന്താണ്, ക്ലിയർ കട്ട് പറഞ്ഞു നമ്മളോട് എന്റെ അംശം. അപ്പൊ ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും നമ്മളിൽ ഉണ്ടാവും. നമ്മൾ അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. മമേവംശ ഭഗവാന്റെ അംശം ഞാനാണെങ്കിൽ അവിടെയാണ് നമ്മൾ പറയുന്നത് ഞാൻ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പോയിന്റ് അവിടേക്കാണ് നമ്മൾ കടക്കുന്നത്. കാരണം ഭഗവാന്റെ അംശം തന്നെയാണ് ഞാൻ ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരാണ്. അപ്പൊ അത് പക്ഷെ എന്താ, അംശമാണെങ്കിലും ഇവിടെ വന്ന് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, 6 ഇന്ദ്രിയങ്ങൾ 5 ഇന്ദ്രിയങ്ങൾ നമുക്കറിയാം. 6ാമത്തെ ഇന്ദ്രിയം എന്നാണ് മനസ്സ്. ആ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമുക്കറിയാത്ത എന്തിനോ വേണ്ടി നമ്മൾ ഇവിടെ അന്വേഷിച്ച് നടക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. അതിന് കഠിനമായ അധ്വാനം ചെയ്യണമെന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം 8ാമത്തെ ശ്ലോകം. കൃഷ്ണ. ശരീരം യദവാപ്നോതി യച്ചാപ്യുത്ക്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിൽ ശരീരം ഭൗതിക ലോകത്തിലെ ജീവസത്ത കാറ്റ് ഗന്ധങ്ങൾ എന്ന പോലെ ജീവിത സങ്കല്പങ്ങളെ ഒരേ ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള ശരീരം ഉപേക്ഷിച്ച് മറ്റു തരത്തിലുള്ള ശരീരം സ്വീകരിക്കുന്നു. ഇത് ഞാൻ പറയും ഭഗവാൻ പറയുന്നത് എന്തുടനെ, കാറ്റ് ഗന്ധങ്ങൾ എന്ന പോലെ ജീവിത സങ്കല്പങ്ങളെയാണ് പറയുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മളത് മനസ്സിലായി, നമ്മളെ ആത്മാവല്ല, അവിടെ ജീവിത സങ്കല്പങ്ങളെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾക്ക് അവിടെ ഡ്യൂട്ടി ഇല്ല, ആത്മാവിന് അവിടെ ഡ്യൂട്ടി ഇല്ല. എന്താണ്, കാറ്റ് ഗന്ധങ്ങൾ. അപ്പൊ കാറ്റ് ഗന്ധങ്ങൾ എന്ന പോലെ എന്ന് പറയുമ്പോ നമ്മൾ ചിന്തിക്കുക, നമ്മൾ അടുത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ, നമ്മൾ പറയില്ല പുനർജന്മം എന്ന ലെവലിലേക്ക് കടക്കുമ്പോ നമ്മുടെ ആത്മാവ് നമ്മുടെ ജീവിത സങ്കല്പങ്ങൾ, അതാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. സൂക്ഷ്മ ശരീരത്തിനനുസരിച്ചാണ് നമുക്ക് വേറൊരു ഏത് ശരീരമാണെന്ന് ലഭിക്കുന്നത് തീരുമാനിക്കുന്നത്. അവിടെയാണ് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം. ഇവിടെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മള് കംപ്ലീറ്റ് ഫില്ല് ചെയ്യണ ഏരിയ അതാണ് പറയുന്നത്. കാരണം നമുക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടാവും, പല കർമ്മങ്ങൾ ഉണ്ടാവും. ഇതെല്ലാതും അവിടെയാണ് ശേഖരിച്ചു വെക്കുന്നത്. കമ്പ്യൂട്ടറിൽ പറഞ്ഞ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമ്മൾ അവിടെയാണ് അത് സൂക്ഷിച്ചു വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ജന്മം എന്താണ്, നമുക്ക് എന്താ ആഗ്രഹങ്ങൾ, അതിൽ നോക്കിയാൽ അറിയാം. അപ്പൊ അതിനനുസരിച്ചുള്ള അടുത്ത ജന്മം നമുക്ക് കിട്ടണമെന്നാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നതാണത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ വരുന്നത്. അപ്പൊ അവിടെ വരുന്ന ആത്മാവിന് ഇതിനൊരു റോളും ഇല്ല എന്നാ പറയുന്നത്. നമ്മുടെ ആത്മാവ് എന്താ, ഭഗവാന്റെ അംശമാണ്. അപ്പൊ നമ്മൾ എന്താണ്, ഭഗവാൻ പരമാനന്ദമാണെങ്കിൽ നമ്മൾ പരമാനന്ദമാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യണില്ല എന്നാണ് ജീവിത സങ്കല്പങ്ങളെ എന്നാണ് പറഞ്ഞത്. ആത്മാവിനെ കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്. അതും പറഞ്ഞു കാറ്റ് ഗന്ധങ്ങൾ എന്ന പോലെ എന്ന് പറയുന്നത്. അപ്പൊ കാറ്റ് എന്ന് പറഞ്ഞത് ഒരു മീഡിയം, ഗന്ധം എന്ന് പറഞ്ഞതാണ് നമ്മളെ. അപ്പം വേറെ രീതി എടുത്തു കഴിഞ്ഞാൽ കാറ്റ് എന്ന് പറയുന്നത് ആത്മാവും, ഗന്ധം എന്ന് പറയുന്നത് ജീവിത സങ്കല്പങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം. അപ്പൊ ആ ഗന്ധം അടുത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ഗന്ധത്തിനനുസരിച്ച് ആ ഏരിയയിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ കടക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എങ്ങനെയാണ്, അതിന് ആത്മാവ് എപ്പോഴും പ്യൂർ ആണ്. ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ സാരാംശം ഇതാണ്. തനിക്കിഷ്ടമാണെങ്കിൽ ജീവാത്മാവിന് മേന്മ കൂടിയ ശരീരം സ്വീകരിക്കാം, അല്ലെങ്കിൽ താഴ്ന്നെടുക്കാം. അപ്പൊ ശരീരം എടുക്കുന്നത് നമ്മുടെ ജീവിത സങ്കല്പത്തിന്റെ ബേസിലാണ്. കാരണം വേറെ രീതിയിൽ നമ്മളത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ ഒരു വീട്ടിൽ ഒരു ചെറിയൊരു സാധാരണ ഒരു പയ്യൻ, അവൻ
അവന്റെ വീട്ടിൽ നല്ല സാഹചര്യങ്ങളോ കാര്യങ്ങളായിരിക്കും. പക്ഷെ അവൻ ചില കൂട്ടുകെട്ടുകളിൽ ചെന്നിട്ട് അവൻ അതാണ് ശരിയെന്ന് വെച്ചാൽ അവന്റെ ജീവിതം അതേപോലെ തന്നെ അവൻ പോകും. പക്ഷെ വീട്ടിലുള്ളവർക്ക് അറിയാം അവൻ നല്ലൊരു പയ്യന്, പക്ഷെ അവൻ്റെ ആ കൂട്ടുകെട്ടിൽ പെട്ട് അവൻ അങ്ങനെ ആയി എന്ന് പറയും. ഇത് തന്നെയാണ് നമുക്ക്. പക്ഷെ അവനെ സംബന്ധിച്ച് അവൻ എന്താ ചിന്തിക്കുക, അവൻ നല്ല ജീവിതം അവൻ ഫുൾ എൻജോയ് ചെയ്യണം. പക്ഷെ നമുക്കറിയാം അത് തെറ്റാണ്. ഇത് തന്നെയാണ് സംഭവിക്കുക. അപ്പൊ നമ്മളെ ആത്മാവ് എപ്പോഴും, അല്ലെങ്കിൽ ആ പയ്യൻ എപ്പോഴും 100% പ്യൂറാണ്. പക്ഷെ അവന്റെ സാഹചര്യങ്ങള് അവൻ അങ്ങനെ ആക്കി എടുക്കണാണ്. അപ്പൊ അടുത്ത ജന്മവും നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. അതിന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇഷ്ടം നമുക്ക് അപ്പോഴും ഭഗവാൻ നമുക്ക് സ്വാതന്ത്ര്യം തരണം. അതും ഭഗവാന്റെ തന്നെ ഒരു കരുണയാണ്. നമുക്ക് എന്താ ആഗ്രഹം അതിനനുസരിച്ച് ശരീരം നമുക്ക് തരുന്നതാണ് ചെയ്യുന്നത്. അടുത്ത ശ്ലോകം. ഹരേ കൃഷ്ണ. ശ്രോത്രം ചക്ഷു സ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്രകാരം മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുന്ന ജീവസത്വം മനസ്സുണ്ടെങ്കിൽ 5 ഇന്ദ്രിയം കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നിവയെ സ്വീകരിക്കും. അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഉദാഹരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവത്. അപ്പൊ അവിടെ അതാണ് സന്തോഷം എന്ന് വെച്ചാൽ അതിലേക്ക് അങ്ങോട്ട് പോകണം. ശരിക്കും പറയണത് നമ്മൾ ഈ സങ്കല്പങ്ങളെ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ പ്രകൃതിയുടെ ത്രിഗുണങ്ങള്, പിന്നെ പഞ്ചേന്ദ്രിയങ്ങള്, പിന്നെ മനസ്സ്, പിന്നെ ബുദ്ധി, പിന്നെ ജീവാത്മാവ്, ഇങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞത് എല്ലാതും നിയന്ത്രിക്കുന്നത് പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ്. ആ ത്രിഗുണങ്ങൾക്ക് പിന്നിലാണ് ഇത് ഓരോന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആത്മാവും അതിന്റെ പിറകിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ. ആത്മാവ് അവിടെ ആത്മാവിനെ ഇവരെല്ലാവരും കൺട്രോൾ ചെയ്യുന്ന പറയണത്. ശരിക്കും ആത്മാവ് എന്ന് പറയണത് വെച്ചാൽ അവബോധം. ഭഗവാൻ എന്ന് പറഞ്ഞ അവബോധം. ശരിക്കും അവബോധം എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞില്ല, സൂക്ഷ്മ ശരീരം എന്ന് വേണമെങ്കിൽ പറയാം. അവബോധം പൂർണ്ണമായി, അവബോധം സ്വതേ വെള്ളം പോലെ വിശുദ്ധമാണെന്നാണ്. ആദ്യം നമ്മൾ വരുന്ന സമയത്ത് അത്രയും പ്യൂർ ആയിരിക്കും നമ്മുടെ. പക്ഷെ പിന്നെ പല കാര്യങ്ങളിലും പറഞ്ഞില്ല, ഒരു കുട്ടി അവൻ വീട്ടിലെ നല്ല കുട്ടിയായിരിക്കും, പക്ഷെ അവൻ പുറത്ത് പോയി പല പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ എന്താണ് അവന്റെ അവബോധത്തിന് വ്യത്യാസം വരും എന്ന് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങള്. 10ാമത്തെ. ഹരേ കൃഷ്ണ. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാ ഗുണാന്വിതം വിമൂഢാനാനു പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജീവാത്മാവ് എങ്ങനെ ശരീരം വിട്ടു പോകുന്നുവോ ഗുണങ്ങളുടെ ആകർഷണ വഴിയിൽപ്പെട്ട് ഏതുതരം ശരീരത്തെയാണ് സ്വീകരിക്കുന്നുവെന്ന് മൂഢന്മാർക്ക് അറിയില്ല. ജ്ഞാനത്തിന് കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാകുന്നു. അപ്പൊ അതാണ് പറഞ്ഞത്. നമുക്ക് സാധാരണ വ്യക്തികൾക്ക് ഇതൊന്നും അറിയില്ല. മുടന്മാരെന്ന് പറയുമ്പോൾ സാധാരണ വ്യക്തികളെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. നമുക്കറിയില്ല നമുക്ക് എങ്ങനെയാണ് അടുത്ത ശരീരം കിട്ടണം, നമ്മൾ എന്ത് ശരീരത്തിൽ പോകുന്ന, നമ്മൾ എങ്ങനെയാണ് ശരീരം വിട്ടു പോകണം, നമുക്ക് മരണം എപ്പോഴെന്ന് വെച്ചാൽ ഇതൊന്നും നമുക്കറിയില്ല. അതൊന്നും അവർക്കറിയാം. പക്ഷെ എന്താ, ജ്ഞാനത്തിന്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക്. അപ്പൊ ജ്ഞാനത്തിന്റെ അകക്കണ്ണ്, അപ്പൊ അകക്കണ്ണ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റ് ഉണ്ട് അല്ലെ. നമ്മള് അത് ശരിക്കും അത് അതീന്ദ്രിയ ലെവലിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. ആ ലെവലിലേക്ക് ഉയരണം. അപ്പോഴാണ് ഭക്തൻ അല്ലെങ്കിൽ ജ്ഞാനി എന്നൊക്കെ പറയുന്നത് നമ്മൾ അല്ലെ. ഒരു ജീവൻ തന്റെ ശരീരം വിട്ടു പോകുന്നത് എങ്ങനെയൊന്നും വരും പിറപ്പിൽ ഏതൊരാകൃതി ജനിക്കുമെന്നോ എന്തുകൊണ്ട് ഇന്നത്തെ ശരീരത്തിൽ ജീവിക്കാൻ ഇടയൊന്നും ജ്ഞാനമില്ലാത്ത ഒരാൾക്ക് അറിയില്ല. അവിടെ പറയാം, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ശരീരം എന്തുകൊണ്ട് എങ്ങോട്ടാണ് വിട്ടുപോകണമെന്നും അറിയില്ല, ഏത് ശരീരമാണ് നമുക്ക് കിട്ടുന്നൊന്നും അറിയില്ല. അതാണ് ജ്ഞാനമില്ല എന്ന്. ജ്ഞാനമില്ലാത്തവരെ ജ്ഞാനമില്ലാത്തവരൊരു പോയിന്റാ പറഞ്ഞത്. അവർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. പിന്നെ സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും പ്രത്യേകം ചില പരിസ്ഥിതികളിൽ നമ്മൾ ദേഹം ത്യജിക്കും. നമ്മൾ എപ്പോഴും എങ്ങനെയാണ് നമ്മളെ ദേഹം ത്യജിക്കണം നമുക്കറിയില്ല അല്ലെ. ചില പരിസ്ഥിതിയിൽ നമ്മൾ ജീവിക്കുന്നു. പല പരിസ്ഥിതിയിലാണ് അല്ലെ. ചിലവർക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ചിലവർക്ക് ഫൈനാൻഷ്യലി ഉണ്ടാവും, ചിലർക്ക് സൗന്ദര്യം ഉണ്ടാവും, ചിലർക്ക് വേറെ ഗുണങ്ങളുണ്ടാവും, ചിലവർക്ക് മൈനസ് ഉണ്ടാവും, പ്ലസ് ഉണ്ടാവും. ഇങ്ങനൊക്കെ നമ്മളിങ്ങനെ ജീവിച്ച് തീർക്കണല്ലോ ബേസിക് ആയിട്ട്. പ്രകൃതി ഗുണങ്ങൾ അടിമപ്പെട്ട് ചില പരിസ്ഥിതിയിൽ സുഖിക്കുന്നു, ചിലപ്പോൾ ദുഃഖിക്കുന്നു. അങ്ങനെ കേന്ദ്ര ഭോഗങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് ഒരു വൃക്ഷത്തെ എടുത്തിരിക്കണം. അതിന് വൃക്ഷത്തിന്റെ ഒരു ഇത് പറഞ്ഞത്, ആ വൃക്ഷത്തിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ച് തീർത്തു അടുത്ത ചില്ലയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ലോകത്തിലേക്ക് ഇങ്ങനെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ ഈ കാര്യം. അത് മനസ്സിലാക്കിയവനാണ് വേദജ്ഞൻ അല്ലെങ്കിൽ ജ്ഞാനി എന്ന് പറയുന്നത്. 11ാമത്തെ. ഹരേ കൃഷ്ണ. ഇതെന്തോ യോഗിന ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം ഇതെന്തോപ്യകൃതാത്മാനോ നൈനം പശ്യന്ത ചേതസാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യത്നിച്ചു കൊണ്ടിരിക്കുന്ന അതീന്ദ്രവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. അപ്പൊ എന്താണ് ആത്മസാക്ഷാത്കാരം? ആത്മാവിനെ അറിയാം. അങ്ങനെ
ലഭിച്ച് ആത്മസാക്ഷ്യം ലഭിച്ച് എപ്പോഴും യത്നിച്ചുകൊണ്ടിരിക്കുന്ന അതീന്ദ്രിയവാദികൾ അതില്ലെങ്കിൽ അതീന്ദ്രിയമായിട്ട് ആ ശക്തി കിട്ടിയവർക്ക് നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ അവർക്ക് കാണാൻ കഴിയും, ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ പോലെയുള്ള മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാൽ എന്ത് എന്ന് കാണാൻ കഴിയില്ല. അപ്പൊ സാധാരണ നമ്മളെ പോലുള്ളവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. അൾട്ടിമേറ്റ് ആ റിസൾട്ടിലേക്ക് എത്തുന്നവർ വളരെ അപൂർവമായിരിക്കും അല്ലെ. ബാക്കിയുള്ളവർ അവിടെ ഇവിടെ ഒക്കെ വിട്ടു. നമുക്കൊരു അഷ്ടാംഗ യോഗം എന്ന് പറയുമ്പോൾ യമ നിയമ ആസന പിന്നെ പ്രത്യാഹാര ധാരണ ദാനം ധാരണ അങ്ങനെ 8 സെക്ഷനിലേക്ക് കടന്നു പോകണം. നമ്മൾ ഒക്കെ സാധാരണ രീതിയിൽ 2, 3 എത്തുമ്പോഴേക്കും നമ്മൾ സ്റ്റോപ്പ് ആയി, പ്രാണായാമം എത്തുമ്പോഴേക്കും നമ്മൾ സ്റ്റോപ്പ് ആയി പോകും. കാരണം അത്രയും ടഫാണ്. പക്ഷെ അത് തന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ആ സമാധി പൊസിഷനിൽ എത്തുമ്പോഴോ അവർക്ക് ആ പോയിന്റിലേക്ക് ആ യോഗി എന്നുള്ള ഡെഫിനേഷൻ എത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ യോഗിചര്യയിൽ ഏർപ്പെട്ട് ആത്മാവിനെയും പ്രപഞ്ചത്തെയും പുരുഷനെയും സാക്ഷാത്കരിച്ചവർക്ക് ഭക്തി അതായത് കൃഷ്ണാവത്തോടെ വിശുദ്ധ ഭക്തിയുദ്ധ സേവനത്തിൽ മുഴുകിയവർക്ക് മാത്രമേ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുകയുള്ളൂ. അപ്പൊ യോഗിചര്യ അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഭക്തിയോഗിയിൽ അറിയാണ്ട് നമ്മൾ യോഗിചര്യയിലേക്ക് വരും. അതാണ് അതിന്റെ അതാണ് ഭക്തിയോഗം ചെയ്യാന്ന് പറഞ്ഞാൽ. ഭക്തിയോഗം ചെയ്യുമ്പോൾ രണ്ടും കിട്ടും. നമുക്ക് യോഗരയുള്ള ഗുണങ്ങളും കിട്ടും, ഭക്തികരമായിട്ടുള്ള കാര്യങ്ങളും കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യും, ആദ്യം നമ്മൾ യമ നിയമ ആസന പ്രാണായാമം ഇങ്ങനെയൊക്കെ ചെയ്ത് വന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭക്തിയും വേണം, എന്നാലേ അൾട്ടിമേറ്റ് ഗോൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അവര് അൾട്ടിമേറ്റ് അതിലേക്ക് കടക്കും. പക്ഷെ നമുക്കിതൊന്നും അറിഞ്ഞില്ല എന്നുള്ളൂ. നമ്മളൊക്കെ ആദ്യമേ തന്നെ അതിൽ നിന്ന് വിട്ടുപോകും. സാധാരണ 99.99% ഒക്കെ ആൾക്കാരും അതിൽ നിന്ന് വിട്ടുപോകും. കാരണം അത് അത്ര ടഫാണ്. കാരണം വിരക്തിയാണ് അതിൽ പറയുന്നത്. വിരക്തി സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാരണം. ആസക്തി വളരെ ഈസിയാണ് അല്ലെ. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത് കുടിക്കാൻ ആഗ്രഹിക്കും. അപ്പൊ കുടിച്ചോളം പറഞ്ഞാൽ നമുക്ക് കുടിക്കും എന്ന് പറഞ്ഞ പോലെ അതാണ് ആസക്തിയാണ് മനുഷ്യന്റെ. കാരണം ഇന്ദ്രിയങ്ങൾ അതിനുകൊണ്ട് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഭക്തിയുത സേവനം എന്ന് പറഞ്ഞ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസക്തിയിൽ കൂടെ ഭഗവാനെ നമ്മൾ സാക്ഷാത്കരിക്കുക ചെയ്യുന്നത്. അപ്പൊ ഇത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ലെവലിലേക്ക് ഉയർന്നവർക്കോ സത്യത്തിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നത്. 12ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. യദാദിത്യഗതം തേജോ ജഗത്പാസ്യദേഖിലം യചന്ദ്രമസി യച്ചാഗ്നോ തത്തേജോ വിദ്ധി മാമകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രപഞ്ചത്തിൽ അന്ധകാരം അത്ര നീക്കി അതിനെ ശോഭമാനമാക്കുന്ന സൂര്യന്റെ തേജസ് എന്നിൽ നിന്നാണ് വരുന്നത്. ചന്ദ്രന്റെയും അഗ്നിയുടേതും തേജസ്സുകളും എന്നിൽ നിന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ അതൊരൊറ്റ പോയിന്റ് മനസ്സിലാക്കിയാൽ മതി. ഭഗവാനാണ് എല്ലാത്തിന്റെ കാരണങ്ങൾക്ക് കാരണം അല്ലെ. അനന്തകോടി ബ്രഹ്മാണ്ട നായക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരൊറ്റ പോയിന്റ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പൊ എല്ലാത്തിന്റെ കാരണം ഭഗവാനാണ്. അപ്പൊ പ്രപഞ്ചത്തിന് അന്ധകാരം നിൽക്കുന്നതും സൂര്യന് തേജസ് ആണ് സൂര്യൻ എന്ന് പറയുന്നത് അല്ലെ. തേജസ് ഇല്ലെങ്കിൽ സൂര്യൻ എന്ന് പറയില്ല. അപ്പൊ തേജസ് ആരാണ്? ഭഗവാനാണ്. അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 13ാമത്തേത്. ഹരേ കൃഷ്ണ. ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസ പുഷ്ണാമി ചൗഷധി സർവാ സോമോ ഭൂത്വാ രസാത്മകഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിൽ പറഞ്ഞത് ഞാൻ ഓരോ ഗ്രഹത്തിൽ ഉൾപ്പൂകി അവയെ എന്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തും. ഞാൻ തന്നെയാണ് ചന്ദ്രനായി തീർന്ന എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നത്. അത് ഭഗവാന്റെ ആ ശക്തിനെ പറ്റി ആലോചിച്ച് നോക്കാൻ പോയിന്റ് പിടികിട്ടും. കാരണം ഭഗവാന്റെ ശക്തിയാണ് ബഹിരംഗ ശക്തി. ബഹിരംഗ ശക്തിയിലാണ് പ്രകൃതിയുടെ ശക്തി കംപ്ലീറ്റ് വരുന്നത്. അപ്പൊ അതിൽ എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഉണ്ടാവും. അതിൽ പിന്നെ ഭഗവാൻ ഓരോന്നിനും വീണ്ടും ഉൾപ്പുകയാണ് ചെയ്യുന്നത്. ഗർഭോദയശായ വിഷ്ണുവായിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മളെ പരമാത്മാ രൂപേണ എല്ലാ ജീവജാലങ്ങളിലും ഉൾപ്പുകുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ പറയണ എല്ലാത്തിന്റെയും കൺട്രോളർ അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്നത് ഞാൻ തന്നെയാണ്. ഓരോ ഗ്രഹത്തിൽ ഉൾപ്പുകി അവ എന്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. അല്ലെങ്കിൽ ആ ഭ്രമണപഥം നിലനിൽക്കാൻ കഴിയില്ല അല്ലെ. സാധാരണ രീതി നമ്മൾ സയൻസിന്റെ ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട. അത് എൻ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം സയൻസിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബാങ് എന്ന് പറയും. ബിഗ് ബാങ് എവിടെ നിന്ന് ചോദിച്ചാൽ അവർക്ക് അതിന് റിപ്ലൈ ഇല്ല. അപ്പൊ ആ ഭാഗത്തേക്കല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ എല്ലാത്തിന്റെ ശക്തിയുടെ പിറകിൽ ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മപദത്തിൽ നിലനിർത്തുന്നു. അവിടെ ബ്രഹ്മപദത്തിൽ നിലനിർത്തുന്നത് ഭഗവാന്റെ ശക്തി കാരണം കൊണ്ടാണ്. ഞാൻ തന്നെയാണ് ചന്ദ്രനായിത്തീരുന്ന എല്ലാ സസ്യങ്ങൾക്കും ജീവരസം നൽകുന്നത് എന്നുകൂടി ഭഗവാൻ അതിൽ പറഞ്ഞു. അപ്പൊ എല്ലാത്തിന്റെ അൾട്ടിമേറ്റ് അതേ ബാക്കിൽ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ശക്തി ഇല്ലാതെ ഒരു കാര്യത്തിന് നിലനിൽപ്പില്ല എന്ന് ഒന്നും കൂടെ അത് പറയണം. നമ്മളോട് പറഞ്ഞു തരുന്ന എല്ലാത്തിന്റെ പിറകിൽ ഞാൻ തന്നെയാണ്. അതാണ് ജ്ഞാനയോഗമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ എല്ലാത്തിന്റെ പിറകിൽ ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്ന ശ്ലോകങ്ങളാണ് ഇതൊക്കെ. അടുത്തത് 14ാമത്തെ. ഹരേ കൃഷ്ണ. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഉൾക്കൊള്ളുന്നതും പുറന്തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് വിശപ്പുണ്ടാവും അല്ലെ സാധാരണ. അപ്പൊ അഗ്നി, ദഹനാഗ്നി, അതും ഞാൻ തന്നെയാണെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ എല്ലാത്തിന്റെ കാരണങ്ങൾക്ക് കാരണം ഭഗവാനാണ്. പിന്നെ എന്ത് ചെയ്യണ? അത് തന്നെ ചെയ്യണത് എന്താണ്? 4 വിധത്തിലുള്ള ആഹാരങ്ങളെ ദഹിപ്പിക്കുന്നതും അത് ഞാൻ തന്നെയാണ്. ഈ 4 വിധം ആഹാരം എന്ന് പറയുമ്പോൾ അതിൽ പറയണത് 4 വിധ ആഹാരത്തിന് പറയുന്നത് വിഴുങ്ങേണ്ടവ, ചവിച്ചിറക്കേണ്ടവ, നക്കി കഴിക്കേണ്ടവ, വലിച്ചു കുറ്റി കുടിക്കേണ്ടവ. അങ്ങനെ സാധാരണ രീതിയിൽ 4 തരത്തിലുള്ള ഭക്ഷണം. അത് 4 എന്ന് പറയുമ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 4 രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാം. അതും ദഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ ദഹിപ്പിക്കുന്ന ശക്തിയും അതും ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയണ. അടുത്ത ശ്ലോകം. ഹരേ കൃഷ്ണ. സർവസ്യ ചാഹം ഹൃദി സംനിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദൈശ്യ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത്വേദ വിദേവ ചാഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പൊ ഇതിൽ പറഞ്ഞത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സർവ്വജീവങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങൾ അറിയുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ ഇതിൽ ക്ലിയർ കട്ട് പദം, നമ്മൾ വേദം എന്ന് പറയുമ്പോൾ ആ വേദം ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. അപ്പൊ വേദം ഉണ്ടാക്കിയത് ഭഗവാനാണോ? അപ്പൊ അങ്ങനെ സംസ്കാരം വേദവ്യാസൻ ആരാണ്? ഭഗവാന്റെ അവതാരമാണ്. അങ്ങനെ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഒരേ പോയിന്റ്. അപ്പൊ വേദങ്ങൾ ഉണ്ടാക്കുന്നത്, വേദങ്ങളെ അറിയുന്നത് ഞാൻ തന്നെയാണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ്? നമ്മൾ ഒരിക്കലും വേദത്തിന് നമുക്ക് മുഴുവൻ അറിയാൻ കഴിയില്ല. അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വേദത്തെ അറിയുന്നവന്ന് ഞാൻ തന്നെയാണ്. നമുക്കറിയാം, ഒരു മൊബൈൽ ഉണ്ടാക്കിയ കമ്പനിക്ക് മൊബൈലിന്റെ 100% ആ കമ്പനിക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെ? നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. എത്ര പഠിച്ചാലും അത് നമുക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗ് പഠിച്ചാലും 100% നമുക്ക് അതിലേക്ക് എത്താൻ കഴിയില്ല. അതിന് പറഞ്ഞ വേദങ്ങൾ അറിയുന്നതും ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ടും, അപ്പൊ അൾട്ടിമേറ്റ് ഭഗവാൻ പറഞ്ഞത് എല്ലാത്തിന്റെ പിറകില് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നതാണ് അതൊക്കെ. പിന്നെ എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തന്റെ മുൻജന്മ സ്മരണങ്ങളെ ജീവാത്മാവ് മറന്നു പോകുന്നു. എങ്കിലും മുൻകർമ്മങ്ങളെല്ലാം സാക്ഷിയായ ഭഗവാൻ നിർദ്ദേശിക്കുന്നതനുസരിച്ച് വേണം ജീവാത്മാവ് പ്രവർത്തിക്കാൻ. തന്മൂലം മുൻജന്മ കർമ്മങ്ങൾ അനുസരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നത്. സ്മരണയും വേണം. അപ്പൊ ഇതിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ എപ്പോഴും പരമാത്മാവ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചിന്തിക്കണം. പരമാത്മാവിന്റെ ശക്തിയിൽ കൂടിയേ നമുക്ക് എന്ത് കാര്യങ്ങളും പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അതാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പറയില്ല, നമുക്ക് തമോ രജോ ഗുണമാണെങ്കിലും നമ്മൾ പതുക്കെ സാത്വിക ഗുണത്തിലേക്ക് ഉയരണം. സാത്വിക ഗുണത്തിൽ നിന്ന് വിശുദ്ധ സത്വഗുണത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കി ഇല്ല എന്നല്ല പറഞ്ഞ, നമ്മൾക്കെല്ലാം എല്ലാവരും ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഭക്തിയുണ്ട്. ഭക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഉയർത്തണം. എല്ലാ സബ്ജക്റ്റും അങ്ങനെ നമുക്കറിയാം. ഭൗതികമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ് അല്ലെ? ഇപ്പൊ സയൻസ് പഠിക്കുന്ന വെച്ചാൽ നമ്മൾ സയൻസ് പഠിക്കണം. അത് പഠിച്ച് ഉയരണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഭക്തിയുത സേവനം അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നതും പതുക്കെ ഉയർത്തണം. അതിന് ശരിക്കും അതിന്റെ അൾട്ടിമേറ്റ് അത് ഭഗവാന് തന്നെ അറിയാൻ കഴിയുള്ളൂ. അതാണ് പറയുന്നത് വേദം ഉണ്ടാക്കിയതും വേദങ്ങൾ അറിയുന്നതും ഞാൻ തന്നെ എന്ന് ഭഗവാൻ ക്ലിയർ കട്ട് പറയുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഒരാൾക്കും 100% ഒരു കാര്യം ആത്മീയ കാര്യങ്ങൾക്ക് ഉയരാൻ കഴിയില്ല. അത് ഭഗവാന് മാത്രമേ അൾട്ടിമേറ്റ് കാര്യം മനസ്സിലാവുള്ളൂ. അതാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദ്വാവിമോ പുരുഷോ ലോകേശ്വരശ്ചാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കുടസ്ഥോക്ഷര ഉച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒന്ന് മാതാജി മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ആരെ സംസാരിക്കുന്നു? പുരുഷന്മാർ 2 വിധം, തെറ്റുപറ്റാവുന്നവരും അല്ലാത്തവരും. ഭൗതിക ലോകത്തിൽ ജീവാത്മാക്കളെല്ലാം തെറ്റുപറ്റുന്നവരാകുന്നു. അധ്യാത്മ ലോകത്തിൽ ജീവാത്മാക്കൾ തെറ്റുപറ്റുകയില്ല. അപ്പൊ ഇതിൽ നമ്മ മനസ്സിലാക്കേണ്ടത് പോയിന്റാണ്, ജീവാത്മാക്കൾ 2 തരമുണ്ട്. ഒന്ന് ബദ്ധ ജീവാത്മാക്കള്, ഒന്ന് അധ്യാത്മിക ജീവാത്മാക്കള്, മുക്ത ജീവാത്മാക്കൾ എന്ന് പറയും. അപ്പൊ മുക്ത ജീവാത്മാക്കളാണ് ഭഗവാന്റെ കൂടെ ഉള്ളത്, ആത്മീയ ലോകത്തിലുള്ളത്. ബദ്ധ ജീവാത്മാക്കള് നമ്മൾ ഭൗതിക ലോകത്തിലുള്ളത്. നമുക്ക് തെറ്റുകൾ പറ്റും. ആത്മീയ ലോകത്തിലുള്ള മുക്ത ജീവാത്മാർക്ക് തെറ്റുപറ്റില്ല. അപ്പൊ നമ്മൾ പ്യൂരിഫൈ ചെയ്തതിന് ശേഷമാണ് ആത്മീയ ലോകത്തിലേക്ക് പോണത്. അപ്പൊ 2 തരം ആത്മാക്കൾ ഉണ്ട് എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയണം. അപ്പൊ എന്താ അവിടെ അതിന് ക്ലിയർ പാട്ട് പറഞ്ഞിട്ടുണ്ട്, മുക്തമായിട്ടുള്ള ആത്മാക്കള്. അപ്പൊ മുക്തരാണ് അവര്, എല്ലാത്തിനും മുക്തമായി അത്രയും പ്യൂരിഫൈ ചെയ്ത് ഭഗവാന്റെ ആ ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞവര്. അവർക്ക് തെറ്റ് പറ്റില്ല, നമുക്ക് തെറ്റ് പറ്റും. അത് 2 തരം ജീവാത്മാക്കൾ ഉണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.
അപ്പൊ പിന്നെ അതിൽ പറഞ്ഞു, അതിലെ കാരണം എന്ന് വെച്ചാൽ ബദ്ധ ജീവാത്മാക്കൾക്കുള്ള പ്രത്യേകതകൾ പറഞ്ഞു. സർവാണി ഭൂതാനി, ആദിമ സൃഷ്ടാവായ ബ്രഹ്മാവ് മുതൽ ഒരു ചെറിയ ഉറുമ്പ് വരെയുള്ള ജീവജാലങ്ങൾക്ക് ശരീര മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭൗതിക ശ്രദ്ധയ്ക്കുള്ള സമ്പർക്കമാണ് കാരണം. ക്ഷരങ്ങളാണ് അവ. അധ്യാത്മത്തിലാവട്ടെ ജീവാത്മാവ് എന്നും മുക്തരും ഏകീഭൂതരുമാണ്. അപ്പൊ എന്താണ്? ആദിമ സൃഷ്ടാവായ ബ്രഹ്മാവിന് നമുക്കറിയാം മുഖം മുഴുവനും നരച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ബ്രഹ്മാവിന് ആ ശരീരം അത് വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മരണം സംഭവിച്ചിരിക്കും. ബ്രഹ്മാവിന് മരണം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. മറ്റുള്ളവർക്കോ അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഭൗതികമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ആ ബ്രഹ്മാവ് ഭൗതികമായിട്ടുള്ള ജീവാത്മാവ് തന്നെയാണ്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഭൗതികമായിട്ടുള്ള ജീവാത്മാവ് എന്ന് പറയുമ്പോൾ ഭൗതികത. അപ്പൊ ബ്രഹ്മാവ് അടക്കം ഭൗതികതയിലുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ആധ്യാത്മ ലോകത്തിലെ ജീവാത്മാക്കളുടെ എന്നും മുക്തരായിരിക്കും. അവർക്ക് ഈ ജനന മരണ ചക്രങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. 17ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവേശ്യ ബീഭർത്തവ്യ ഈശ്വര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിന്നെ ഇവരെ കൂടാതെ പരംപുരുഷനായ പരമാത്മാവ് എന്നറിയുന്ന അവ്യയനായ ഭഗവാനുണ്ട്. അദ്ദേഹം 3 ലോകങ്ങളും അന്തർഗതനെ അവയെ പുലർത്തി പോരുന്നു. അപ്പൊ ഇവയെ കൂടാതെ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചു നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ 2 പേരുണ്ട്. അതായത് തെറ്റ് പറ്റാവുന്നത് ജീവാത്മാക്കൾക്ക്, ബദ്ധ ജീവാത്മാക്കള്, മുക്ത ജീവാത്മാക്കൾ. അപ്പൊ 2 തരം ജീവാത്മ. ഇത് കൂടാതെ ആരുണ്ടെന്ന് പറയുന്നത് പരമാത്മാവ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഈ ഭഗവാന്റെ തന്നെ ശക്തിയിൽ വരുന്ന പരമാത്മാവ് എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ. അപ്പൊ ഭഗവാനിൽ തന്നെ ഈ ഭഗവാൻ എന്ന് പറഞ്ഞ ജീവാത്മാക്ക ബദ്ധമുക്താക്കന്മാരും അല്ല, അതേപോലെ തന്നെ മുക്താത്മാക്കളും അല്ല, അതിന്റെ അപ്പുറത്താണ്. അദ്ദേഹം 3 ലോകങ്ങളുടെ അന്തർഗതനെ അവയെ പുലർത്തിപ്പോയിരുന്നു. അപ്പൊ 3 ലോകം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ഭൗതിക ലോകത്തെ, അതായത് ബ്രഹ്മാവ് തൊട്ട് പാതാളം വരെയുള്ള ആ ലോകത്ത് 27 14 ലോകം എന്ന് പറയില്ല. നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ മൃത്യുലോകമാണല്ലോ. മൃത്യുലോകത്തിൽ നിന്ന് മുകളിലേക്ക് സ്വർഗം, പിന്നെ മുകളിലേക്ക് പോരുമ്പോ തപോജന, പിന്നെ സത്യലോകം, അങ്ങനെ പോകുന്നത്. താഴത്തേക്ക് അതള വിതള എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് പാതാളം വരെയുള്ള ലോകങ്ങൾ. അപ്പൊ 27 14 ലോകങ്ങളുണ്ട് അല്ലെ. അതിൽ ഏറ്റവും ടോപ്പാണ് ബ്രഹ്മാവ്, ഏറ്റവും താഴത്താണ് പാതാളം, നമ്മൾ നടുക്കില്ലേ മൃത്യുലോകം. അപ്പൊ ഇവിടെ സംഭവിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലോകം. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഈ 27 14 ലോകത്തിന് ജനറലായിട്ട് എന്ന് പറയുന്നതാണ് 3 ലോകം. ഏറ്റവും ടോപ്പുള്ളത് സ്വർഗ്ഗലോകം, അതായത് ഭൂമിക്ക് മുകളിലുള്ളത്, ഭൂമിക്ക് താഴെയുള്ളത് അതോ ലോകം, നമുക്ക് നമ്മളുടെ ലോകം എന്ന് പറഞ്ഞാൽ മധ്യലോകത്ത് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 3 ലോകം അത് ജനറൽ ആയിട്ട് പറഞ്ഞത്. ശരിക്കും ഭൗതിക ലോകത്തെ മുഴുവനായിട്ടും നിയന്ത്രിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. മുക്തരായ പിന്നെ പറയുന്ന ബദ്ധരായാലും മുക്തരുമായ ജീവാത്മാക്കൾ സംഖ്യകൾ അതീതരാണ്. അത്രമധികം സംഖ്യകളുണ്ട്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത്രയാണ് ഭഗവാന്റെ. അതായത് ഭഗവാന്റെ ശക്തിയെ പറ്റി പറയുമ്പോൾ ആത്മീയ ലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയുടെ 75% ആധ്യാത്മിക ലോകം, 25% മാത്രമുള്ളൂ ഭൗതിക ലോകം എന്ന് പറഞ്ഞത്. അപ്പൊ ഭൗതിക ലോകത്തിലെ തന്നെ നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റാത്ത എന്ന് പറയില്ല, ബ്രഹ്മാണ്ട നായകനല്ല, അനേകം ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ഒരു ബ്രഹ്മാണ്ടം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവ്, പിന്നെ അതിന് 27 14 ലോകങ്ങള്, അതേപോലെ തന്നെ അതിലും ഭഗവാൻ, ഇപ്പൊ ബ്രഹ്മാവിന് 4 മുഖമാണുള്ളത് അല്ലെ, നമ്മുടെ ബ്രഹ്മാവിന് 4 മുഖമാണ്. അതേപോലെ തന്നെ അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന്. അതും ഭഗവാന്റെ ഒരു ശ്വാസത്തിൽ നിന്നാണ് അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പറയുന്നത് അല്ലെ. അപ്പൊ ഒരു ബ്രഹ്മാണ്ടം ഉണ്ടായി, ആ ബ്രഹ്മാണ്ടത്തിനുള്ളിലാണ് പിന്നെ നമ്മളെ ഈ 27 14 ലോകങ്ങൾ. അതിൽ ബ്രഹ്മാവിന് 4 മുഖം, അതുപോലെ തന്നെ 1000 മുഖമുള്ളത്, അതുപോലെ തന്നെ 100 മുഖമുള്ളത്, അങ്ങനെ പല ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. അതെല്ലാതും ഭഗവാന്റെ ഒരു ശ്വാസം, അത്ര അതിന്റെ ദൈർഘ്യമുള്ളൂ എന്ന് പറയുന്നത്. കാരണം ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത് നമ്മളെ ചിന്തിക്കും നമുക്ക് അത്ര അധികമാണ് അല്ലെ. അതായത് നമുക്കറിയാം കലിയുഗം എന്ന് പറഞ്ഞാൽ 4,32,000 വർഷമാണ്. അപ്പൊ 4,32,000 വർഷം നമ്മളെ ചിന്തിക്കും. അതിന്റെ 2 ഇരട്ടിന് ദ്വാപരയുഗം, അതിന്റെ അതായത് കലിയുഗത്തിന്റെ 3 ഇരട്ടിന് ത്രേയുഗം, കലിയുഗത്തിന്റെ 4 ഇരട്ടിന് സത്യയുഗം. അപ്പൊ അതിന്റെ ഈ 4 ഗുണം കിട്ടുന്നതാണ് നമ്മളെ ചതുർയുഗം എന്ന് പറയുന്നത്. അങ്ങനെ 1000 ചതുർയുഗം കഴിയുമ്പോഴാണ് ബ്രഹ്മാവിന്റെ കൽപ്പം, അതായത് ഒരു പകൽ വരുള്ളൂ, ഇൻറ്റു 2 ഒരു രാത്രി, ഇൻറ്റു 365. അപ്പൊ ബ്രഹ്മാവിന്റെ ഒരു ദിവസം അല്ല ഒരു വർഷം ഇൻറ്റു 100, അപ്പോഴും ബ്രഹ്മാവിന്റെ ആയുസ് വരുന്നു. അപ്പൊ നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റും അത്രയും വർഷങ്ങളാണ്. അത്രയും വർഷം ഭഗവാന്റെ ഒരു ശ്വാസമുള്ളൂ. അപ്പൊ അപ്പോഴേക്കും അടുത്തത് അവിടെയാണ് സൃഷ്ടിയുള്ളത്. ആ സമയത്ത് സൃഷ്ടി സ്ഥിതി സംഹാരം ഭഗവാന്റെ ഒരു ശ്വാസത്തിൽ ഇത് 3ഉം നടന്നു പോകുന്ന പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾ 84 ലക്ഷം ജന്മങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ 84 ലക്ഷം ജന്മങ്ങൾ എന്ന് പറഞ്ഞത് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ്. അത് ബ്രഹ്മാവിന്റെ ഇത്രയും വർഷം നമ്മൾ ഈ ഭൗതിക ലോകത്തില് നമ്മൾ ഇങ്ങനെ
ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ താഴ്ത്തിക്ക് പോവും, ചിലപ്പോൾ താന്നു പോവും, പിന്നെ മുകളിൽ പോവും, ഇങ്ങനെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടി മുക്താത്മാക്കളായാലും ഭഗവാന്റെ ലോകത്തിലുള്ള ആത്മാക്കളാണെങ്കിലും ഭൗതിക ലോകത്തിലുള്ള ആത്മാക്കളാണെങ്കിലും ബദ്ധാത്മാക്കളാണെങ്കിൽ അനവധിയാണ്. ഇമേജ് ചെയ്യുമ്പോൾ അത്ര അധികം ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിനെല്ലാതും കൺട്രോൾ ചെയ്യുന്നത് ഭഗവാനാണ് എന്നാണ് പറഞ്ഞത്. അത് ഭഗവാൻ, അപ്പൊ ഇതിന്റെ അംശമല്ല, ഭഗവാനിൽ നിന്നാണ് എല്ലാതും വരുന്നത്. അത് മമ വൈസ് ജീവലോക, അതാണ് അഹം ബ്രഹ്മാപ്സി പറയുമ്പോൾ അതിനാണ് കൺഫ്യൂസ് ആവുന്നത്. കാരണം ഭഗവാനിൽ നിന്ന് വന്നത്, അപ്പൊ ഭഗവാനിൽ നിന്ന് വന്നത് അത് ഞാനാവൂല, ഭഗവാനിൽ നിന്റെ അംശം മാത്രമാണ്. ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും എന്നിലുണ്ടാവും. ക്വാണ്ടിറ്റിയിലല്ല, ക്വാളിറ്റിയിൽ ഞാൻ പെർഫെക്റ്റ് ആണ്. ആ ഒരു ആനന്ദം, അതാണ് നമ്മളൊക്കെ ഏത് സമയത്ത് ആനന്ദത്തിൽ നമ്മൾ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. 18ാമത്തെ ശ്ലോകം വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. യസ്മാക്ഷരമതീതോഹമക്ഷരാദബിജോത്തമ അദോസ്മി ലോകേ വേദേ ച പ്രതീത പുരുഷോത്തമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ ഇന്ദ്രിയാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവ്വശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമൻ എന്ന് പുഴുത്തുന്നു. അപ്പൊ പുരുഷോത്തമൻ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും. അപ്പൊ ക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരം എന്ന്. ക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ നശിക്കുന്നത് അല്ലെ, അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. അപ്പൊ നമ്മൾ അതിന് ഭഗവാൻ അചിന്ത്യം എന്ന് പറഞ്ഞു. നമുക്കത് ചിന്തിക്കാൻ പറ്റുമോ? ഒരു സാധനം ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നശിക്കും അല്ലെങ്കിൽ നശിക്കാതിരിക്കും. അതിന്റെ അപ്പുറം എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഒരു സാധനം എടുത്തു, നമ്മൾ സൃഷ്ടി, അപ്പൊ സൃഷ്ടിയിലല്ല അത്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൃഷ്ടിയിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടു അല്ലെ, അപ്പൊ അത് ക്ഷരം അല്ലെങ്കിൽ അത് നശിക്കും, അല്ലെങ്കിൽ അക്ഷരം നശിക്കാത്തത്. ഇതിന്റെ അപ്പുറത്തൊരു ഇതെന്ന് പറഞ്ഞത് നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റില്ല. അതാണ് അചിന്ത്യം എന്ന് പറഞ്ഞത്. അതിന് ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനാണ്. അപ്പൊ നമ്മളെ ചിന്താഗതിക്ക് അപ്പുറമാണ് ഭഗവാൻ. സർവ്വശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമന്. ഞാൻ ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ്. അപ്പൊ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ നമുക്കൊരിക്കും സാക്ഷാത്കാരം ലഭിക്കില്ല. കാരണം നമുക്ക് ഇന്ദ്രിയങ്ങൾക്കുള്ള അതീതമായ അതീന്ദ്രിയം, അതിന് നമ്മൾ എപ്പോഴും പറയാം അതീന്ദ്രിയം. ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു ശക്തി വിശേഷം നമുക്ക് എപ്പോൾ ലഭിക്കുന്നുവോ അപ്പോഴേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അതിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ നമുക്കറിയാം, പണ്ട് 3D സിനിമകളൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മളെ ഗ്ലാസ് വെച്ചിട്ടല്ലേ കാണാം അല്ലെ. നമുക്ക് അതിനൊരു പവർ നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് അത് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ. അല്ലാണ്ട് നമ്മളെ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ പിക്ചർ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു, അപ്പൊ നീ ആദ്യം ഗ്ലാസ് എടുത്ത് വെക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ അവർ ഗ്ലാസ് എടുത്ത് വെക്കുമ്പോഴോ ആ പിക്ചറിലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതീന്ദ്രിയ അത് കിട്ടാത്തോടത്തോളം കാലം നമുക്ക് ഭഗവാനെ നമുക്ക് കഴിയില്ല. അതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇന്ദ്രിയാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവ്വശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങൾ എന്നെ പുരുഷോത്തമൻ എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. യോ മാമേവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതുപോലെ തന്നെ എന്നെ പരമദിവ്യോത്തം പുരുഷനെ ഭഗവാനെന്ന് നിശംശം അറിയുന്നവർ എല്ലാം അറിയുന്നവരാണ്. ഹേ ഭാരത, അതുകൊണ്ട് എന്റെ ഭക്തിയുദ്ധ സേവനത്തിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നു. അതുകൊണ്ട് അവർ എന്റെ ഭക്തിയുദ്ധ സേവനത്തിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ അവരെന്ത് ചെയ്യും? അവർ ഭക്തിയുദ്ധ സേവനത്തിൽ, ആ ഭക്തിയുദ്ധ സേവനം എന്ന് പറയുമ്പോൾ അത് അൾട്ടിമേറ്റ് എന്താണ്? പരമാനന്ദത്തിലേക്കുള്ള യാത്രയാണ്. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ഇത് പറയുന്നുണ്ട്, ഒരു സ്റ്റോറി സിമ്പിൾ ആയിട്ട് ജനറൽ ആയിട്ട് ഒന്ന് പറയാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് 24ാമത്തെ വയസ്സിൽ തന്നെ ബ്രഹ്മചാര്യം സ്വീകരിച്ച വ്യക്തി തന്നെയാണ്. ഭഗവാന്റെ തന്നെ ഒരു അവതാരമാണ്. അപ്പൊ അവതാരമാകുന്ന നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും 100% എല്ലാ ആ സമയത്തുള്ള എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും ആ സമയത്ത് മായ സിദ്ധാന്തങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും നിലനിന്നിരുന്ന സമയമാണ്. അപ്പൊ അവരെല്ലാവരും ആ രീതിയിൽ അവർക്കത് മനസ്സിലാക്കി കൊടുക്കേണ്ട രീതിയിൽ അങ്ങനെ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അവിടത്തുള്ള പ്രകാശാനന്ദ സരസ് എന്ന വലിയൊരു ഇതുപോലെ തന്നെ ആത്മീയ ജ്ഞാനി ശരിക്കും ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ നടക്കുന്നത്? ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിച്ച് സങ്കീർത്തന പ്രസ്ഥാനമായിട്ട് എന്താ നീ നടക്കുന്നത് ചോദിക്കുമ്പോ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്റെ ഗുരുനാഥൻ എന്റെ ഇത് അനുസരിച്ച് നോക്കിയപ്പോ പറയണത്, നിനക്ക് അതിനുള്ള കഴിവില്ല. കാരണം നീ ഇതൊക്കെ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവില്ല. നിനക്ക് പറ്റിയ ഇത് നീ ഒരു
മന്ത്രം ജപിക്കാന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് തരുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് അതിൻ്റെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ അത്രയും കലിയുഗത്തിൽ നമ്മൾ പതിതമായ ആത്മാക്കളാണ് അല്ലേ. നമുക്ക് ഇപ്പൊ തന്നെ നമുക്കറിയാം നമ്മൾ വേദമന്ത്രങ്ങൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് ചൊല്ലാവുന്നൊക്കെ വിരൽ എണ്ണാവുന്നവരാണ്, ദ്രവ്യങ്ങളൊന്നും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അങ്ങനെ അതൊക്കെ ഒരു കലിയുഗത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവർ ശരിയില്ല ഇവർ ശരിയില്ല അത് ശരി നമ്മൾ തന്നെ ശരിയല്ല, പിന്നെ നമ്മൾ മറ്റുള്ളവരോട് അങ്ങനെ കുറ്റം പറയാം. അത് കലിയുഗത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ കലിയുഗത്തിലെ ഏറ്റവും പ്യൂർ ആയിട്ടുള്ളത് ഭഗവാന്റെ ആ നാമം മാത്രമാണ്. നാമഗുണ ലീലകൾ അതെല്ലാതും ഭഗവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമുക്കറിയാത്തത്. നമ്മൾ വിചാരിക്കുന്ന ഭഗവാന്റെ നാമം ഓങ്കാരം ശബ്ദം അത് ഭഗവാന്റെ തന്നെയാണ്, ഭഗവാന്റെ തന്നെ ഇൻഡിക്കേഷൻ ആണ് അത്. അപ്പൊ ആ ഓങ്കാര ശബ്ദമായാലും പ്രണവ മന്ത്രം ആണെങ്കിൽ അതേപോലെ തന്നെ എല്ലാ വേദമന്ത്രങ്ങളും ഒക്കെ ഭഗവാനാണ്. അപ്പൊ മന്ത്രത്തിന് അത് മാത്രം ഇപ്പോ ശരിക്കും പ്യൂർ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി എല്ലാ വേദമന്ത്രങ്ങളും ചൊല്ലണം അല്ലെ. അത് കാരണം കൊണ്ടാണ് ഹരേകൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുമ്പോൾ തന്നെ അത് സാധാരണ എല്ലാവർക്കും ചെല്ലാൻ പറ്റണം. പക്ഷെ എല്ലാ വേദമന്ത്രങ്ങളും അങ്ങനെയല്ല അല്ലെ. നമുക്കറിയാം വേദമന്ത്രങ്ങൾ ഉച്ചാരണ ശക്തിയിൽ തന്നെ ചൊല്ലണം, അല്ലെങ്കിൽ അതിന് പവർ ഉള്ളൂ. അപ്പൊ അത് കാരണം ഹരേകൃഷ്ണ മന്ത്രം എത്ര സിംപ്ലിഫൈ ആയിട്ട് ഏറ്റവും എല്ലാവർക്കും ജപിക്കേണ്ട രീതിയിൽ ചൈതന്യ മഹാപ്രഭു അത് അവതരിച്ചത്. അതിനു മുന്നേ അതിന് നമ്മൾ ഹരേ കൃഷ്ണ ആദ്യം ചൊല്ലുന്നത്. ശരിക്കും ഹരേ രാമേണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. എന്റെ കൃഷ്ണ ചൊല്ലുന്ന പറയുമ്പോൾ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അല്ലെ. മറ്റൊന്ന് വേദമന്ത്രമായി പോയി. അപ്പൊ വേദമന്ത്രത്തിന് ഇമ്പോർട്ടൻസ് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഹരേ കൃഷ്ണ. അതിന് ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ചൊല്ലണം. അപ്പൊ അത് തന്നെ പറഞ്ഞ അതിലെല്ലാ ഓങ്കാരവും പ്രണവ മന്ത്രമൊക്കെ അത് അന്തർലീനമാണ്. അത് ഭഗവാന്റെ ശക്തി തന്നെ. ഹരേ എന്ന് പറയുമ്പോൾ തന്നെ ഭഗവാന്റെ ശക്തി, കൃഷ്ണ എന്ന് ഭഗവാന്റെ നാമമായി, രാമ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അവതാരങ്ങളാണ്. അപ്പൊ അതൊക്കെ അതിൽ കണക്റ്റഡ് ആയി വരുന്നു. അത് സാധാരണ ജനങ്ങൾക്ക് പറയാവുന്ന രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ ആ മന്ത്രം നമ്മൾ അത് വെച്ചിട്ട് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ അത് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ പറയാം LKG-യിലേക്ക് കയറാൻ പോണ പോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പല കാര്യം നമ്മൾ ചെയ്തു പോയല്ല. നമ്മൾ പറഞ്ഞില്ലേ നമ്മളെ ഭക്തിയിലേക്ക് ഉയരണമെങ്കിൽ ഒരു സ്റ്റെപ്പ്, അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കയറാം. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മറ്റത് ശരിയെ തെറ്റുന്നല്ല. നമ്മൾ പറയും നമ്മൾ യോഗാഭ്യാസം അവർക്ക് അതിന്റെ രീതിയിൽ അവർ ആചാര്യപരമ്പര അവർ കണക്ട് ചെയ്ത് പോവാം. അതിന്റെ അർത്ഥം തന്നെ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ചില വ്യക്തികൾക്ക് മാത്സ് ഭയങ്കര ഇഷ്ടം. സാധാരണ എല്ലാവർക്കും മാത്സ് ടഫ് ആയിരിക്കും, പക്ഷെ ചില വ്യക്തികൾക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. അതിന് അവരെ കുറ്റം പറഞ്ഞു. അവർക്ക് അത് ഇഷ്ടം, അവർക്ക് ആ മാർഗം, അവർക്ക് ഭഗവാൻ ഒരിക്കലും പറഞ്ഞില്ല അത് തെറ്റണെന്ന്. ഭഗവാൻ ആ മാർഗത്തിലും വേണമെങ്കിൽ പോവാ എന്ന് പറയുന്നു. പക്ഷെ അൾട്ടിമേറ്റ് എന്നെ ആശ്രയിക്കണം അത് മാത്രം പറയുന്നുള്ളൂ. അൾട്ടിമേറ്റ് ഗോള് നമുക്കറിയാം. നമുക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാം, മെഡിസിൻ പഠിക്കാം, ഏത് എഡ്യൂക്കേഷനും പഠിക്കാം. പക്ഷെ അൾട്ടിമേറ്റ് എല്ലാവരും ലക്ഷ്യം എന്തായിരിക്കും? ജോലി കിട്ടാന്നാണ് സാധാരണ രീതിയിൽ ജനറൽ ആയിട്ട് പറയുന്നതാണ്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം എന്താണ്? ഭഗവാനിലേക്ക് എത്താം. അതാണ് ഭഗവത്ഗീതയിലും പറഞ്ഞു തരുന്നത്. അത് പല മാർഗങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഏറ്റവും ലളിതമായിട്ടുള്ള മാർഗം നമ്മൾ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ മാർഗങ്ങൾ ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അപ്പൊ അത് പക്ഷെ നമ്മൾ ഈ മാർഗം ഉണ്ട്, ഇത് എളുപ്പമാണ്, നമ്മൾ ഇതിലേക്ക് ട്രൈ ചെയ്യാം. അത് നമുക്ക് എപ്പോഴും നമുക്ക് അതാണ് നമ്മളെ ഇതിൽ പറഞ്ഞ ഭഗവാൻ തന്നെ നമുക്ക് ജീവാത്മാക്കൾ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ ഭഗവതി ലാസ്റ്റ് പറയുന്ന ശ്ലോകങ്ങളിൽ തന്നെ പറയുന്നത് എന്താണ്? ഞാൻ നിന്നോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്യാന്ന് പറയുന്നത്. അത്രയാണ് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണം നമുക്ക് എന്ത് സെലക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. പിന്നെ പറയാം നമ്മളെ ജന്മം നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യണമെന്നാ പറയുന്നത്. അപ്പൊ അത്ര സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം നമുക്ക് അതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അതിനനുസരിച്ചുള്ള ജീവിതം അടുത്ത ജന്മം നിനക്ക് അതിനനുസരിച്ച് ലഭിക്കും. അതും എന്റെ കരുണ തന്നെയാണ്. ഇവൻ പറയുന്നുണ്ട് ദേവന്മാരെ ആരാധിക്കുമ്പോൾ പറയുമ്പോൾ ആ ദേവനെ ആരാധിക്കണം എന്നുള്ളത് അടക്കം ഞാൻ നിൽക്കാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അൾട്ടിമേറ്റ് ഭഗവാൻ ഇതെല്ലാം കൺട്രോൾ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അതാണ് ആ പോയിന്റ്. ഭഗവാൻ പറയുന്നത് നിൽക്ക് എന്താ ആഗ്രഹം. നമുക്ക് വിദ്യാഭ്യാസത്തിന് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് സരസ്വതി ദേവിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ടും അപ്പൊ സരസ്വതിദേവിനെ കണ്ടുപിടിച്ചു നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുത്ത് വേറെ ചിന്തിക്കല്ലേ. അപ്പൊ നമുക്ക് ഐശ്വര്യം വേണം, അപ്പൊ ലക്ഷ്മി ദേവിയാണ്. അപ്പൊ നമ്മളെ ചിന്ത അങ്ങോട്ട് പോകും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഐശ്വര്യദേവിനെ ദുർഗാദേവിനെ കണക്ട് ചെയ്ത് തരും ഭഗവാൻ. അപ്പൊ നമ്മൾ അതിലേക്ക് പോകും. ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതൊക്കെ ഭൗതികതയാണെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അൾട്ടിമേറ്റ് എന്റെ ലോകത്തേക്ക് എത്തുമ്പോഴത് ആത്മീയതയിലേക്ക് കടക്കും എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഇതി ഗുഹ്യതമം ശാസ്ത്രമിദമുക്തം മയാ നഖ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യസ്യ ഭാരത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതില് ഹേ പാപരഹിത, ഞാനിപ്പോൾ ഉപദേശിച്ച ഈ ഞാൻ വേദഗ്രന്ഥങ്ങളിൽ അതിരഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്നവർ ബുദ്ധിശാലികളാവും, ഇവരുടെ പ്രയത്നങ്ങൾ പൂർണ്ണത കൈവരിക്കും. അപ്പൊ ഇത് പറയുന്നത് തന്നെ വേദഗ്രന്ഥങ്ങളിൽ അതിരഹസ്യമായ ഭാഗമാണ്. അപ്പൊ എന്താണ് അതിന് മുന്നത്തെ ശ്ലോകങ്ങൾ പറഞ്ഞു വേദത്തെ മുഴുവൻ അറിയുന്നത് ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ തന്നെയുള്ള ഏറ്റവും അധികമായ രഹസ്യമാണ് ഭഗവാന്റെ ലോകത്തൊക്കെ പറ്റി ഭഗവാൻ വർണ്ണിച്ചു തരുന്നത്. അത് രഹസ്യമായിട്ടുള്ള ലോകം. ആർക്കാണ് നമ്മൾ രഹസ്യങ്ങൾ നമ്മൾ പറഞ്ഞത്? ഭക്തിയിൽ നമുക്ക് എന്തൊരു കാര്യം
കാര്യം നമ്മൾ രഹസ്യമായിരിക്കണം ഉപദേശിച്ചു കൊടുക്കുക. അത്ര നമുക്ക് ആ വ്യക്തിനെ പറ്റി 100% ഓക്കെ ആകുമ്പോഴാണ് നമ്മുടെ രഹസ്യം അവർക്ക് കൊടുക്കുക. അതേപോലെയാണ് നമ്മൾ ഇതിന്റെ ഓരോ കാര്യങ്ങൾ എടുക്കേണ്ടത്. കാരണം നമ്മൾ അത്ര ഉയരുമ്പോഴോ നമുക്ക് ഇത് എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മുന്നേ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ അത് രഹസ്യമായി മാറും. ഭഗവാൻ തരുന്ന രഹസ്യങ്ങള് അത്രയും അതൊരു ഭക്തന് മാത്രമേ പ്യൂരിറ്റി നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ പ്യൂരിറ്റിക്ക് നമ്മൾ അതേ ലെവലിലേക്ക് ഉയർന്നിട്ട് വേണം നമ്മള് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതാണ് നമ്മൾ ഇപ്പൊ പറയുന്നുണ്ട്. നമുക്ക് ഭാഗവതത്തില് 12 സ്കന്ധത്തിൽ 10ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞ ഭഗവാന്റെ ലീലകളെ പറ്റിയാണ്. അപ്പൊ നേരിട്ട് ലീലകൾ വായിക്കരുതെന്ന് പറയുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ആ സ്റ്റേജിലേക്ക് വന്നതിന് ശേഷമാണ്. കാരണം നമ്മൾ ആ പൊസിഷനിൽ എത്തണം. നമ്മൾ ആ പൊസിഷനിൽ എത്തിയാലേ നമുക്കത് ആ ലെവലിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞതും ഇത് അതീന്ദ്രിയമായിട്ടുള്ള രഹസ്യമായിട്ടൊരു ഭാഗമാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ആ രഹസ്യം അത് നമ്മൾ അതേപോലെ തന്നെ അത് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ വേറൊരു രീതിയിൽ പറയുന്നത് ഭഗവത് സേവനവും ഭഗവാനും ആധ്യാത്മികമായത് കൊണ്ട് ഒന്ന് തന്നെ. നമുക്കത് മനസ്സിലാകത്താണ് ഭഗവത് സേവനവും ഭഗവാനും. കാരണം നമ്മൾ ചെയ്യുന്ന ഭഗവാന് വേണ്ടി എന്ത് ചെയ്യണം. ഇപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ പോയി അപ്പൊ ക്ഷേത്രത്തിനെ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും ഭഗവാനും ഒന്ന് തന്നെയാണെന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇമേജ് ചെയ്യാൻ പറ്റാത്ത ഇത് പറയുന്നത്. നമുക്ക് ഇമേജ് ചെയ്യാൻ പറ്റില്ലത്. അതാണ് അതീന്ദ്രിയത ലെവൽ എന്ന് പറയുന്നത്. അതും ഭഗവാൻ, അതാണ് സത്യം, അതാണ് ഭഗവാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരിക്കൽ ഭഗവത് സ്ഥാനത്തിൽ ഏർപ്പെട്ട മനുഷ്യൻ സ്വഭാവമായി പാപരഹിതന്റെ നിലയിൽ എത്തിച്ചേരും. അത്രമേൽ വിശുദ്ധവും വൈവതവും മാറുന്നത് എത്ര ഭക്തിയുദ്ധ സേവനം. നമ്മൾ അതിലേക്ക് പതുക്കെ കടക്കണം എന്ന് പറയുന്നത്. അങ്ങനെ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഭക്തിയുദ്ധ സേവനത്തിൽ നമ്മുടെ അതിനെപ്പോഴും സാധ്യ കാര്യങ്ങളിലേക്ക് പതുക്കെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പറ്റണമെന്നില്ല. പതുക്കെ അത് യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ട്രെയിൻ പിടിച്ചു കഴിഞ്ഞാൽ ആ ട്രെയിനിൽ നമുക്ക് തന്നെ ഇരിക്കണം. നമ്മൾ ഇറങ്ങി പോകരുത്. ആ ട്രെയിൻ എവിടെയെങ്കിലും നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. ഡൽഹിയിൽ നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. അതിടെ നിശ്ചയത്തോടെ തന്നെ നമ്മൾ അതിലിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സ്റ്റേഷനിൽ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവിടെ പെട്ടുപോകും. അപ്പൊ അതാണ് പറഞ്ഞു നമ്മൾ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ഇതിൽ ഏറ്റവും പ്ലസ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ചെയ്യണം അത്രയും നമ്മൾ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിൽ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് കൃഷ്ണ ഒരു സെക്കൻഡ്. പിന്നെ ഇതിൽ കുറച്ച് പോയിന്റ്സ് കൊണ്ടൊന്നും പറയാം. പരമപുരുഷന്റെ ഈ തത്വശാസ്ത്രം പഠിച്ചറിഞ്ഞ ഭഗവത് സേവനത്തിന് നിരതരായിരുന്നവർക്ക് ഭൗതിക പ്രകൃതി ത്രിഗുണങ്ങൾ ബാധ്യതയിൽ നിന്ന് ഒഴിയാൻ കഴിയും. അപ്പൊ ഈ തത്വശാസ്ത്രം എന്ന് പറയുന്നത് ഭഗവാനെ പറ്റിയിട്ടുള്ള അറിവ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ് എല്ലാത്തിന്റെയും കാരണം. അതിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയും. ആധ്യാത്മികമായ ഒരു ജ്ഞാനത്തിന്റെ പ്രക്രിയയാണ് ഭക്തിപൂർവമായ ഭഗവത് സേവനം. അത് നടത്തുന്നിടത്തിന് ഭൗതിക മാലിന്യം നിലനിൽക്കില്ല. അപ്പൊ നമ്മൾ എന്താണ് ആത്മീയതയിലേക്ക് കൂടുമ്പോ ഭൗതികത നമ്മളെ കുറയും. നമ്മൾ അതാണ് മനസ്സിലാക്കുന്നത്. ആത്മീയതയിലേക്ക് നമ്മൾ കൂടുതൽ പോകുമ്പോ ഭൗതികത കുറയും. ഭൗതികതയിലേക്ക് കൂടുതൽ പോകുമ്പോ ആത്മീയത കുറയും. പിന്നെ ഭൗതിക സേവനം ഭഗവാനും ആധ്യാത്മികമായതുകൊണ്ട് ഒന്ന് തന്നെ. അതിനെ ഇപ്പൊ പറഞ്ഞത് രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ ശുചീകരണ പ്രക്രിയകള് നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. നമ്മളെ ഭഗവാന് വേണ്ടി സമർപ്പിക്കണം അല്ലെ. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമ്മള് ചിലര് പല കാര്യങ്ങളും സമർപ്പണം ചിലര് മ്യൂസിക് ആയിരിക്കും സമർപ്പിക്കും, ചിലര് കലകളായിരിക്കും. ഇതൊക്കെ ഭഗവാനോട് സമർപ്പണം. അത് ഭഗവാൻ തന്നെയാണ്. അത് അതീന്ദ്ര സേവനം ഭഗവാനും ആധ്യാത്മിക ശക്തി ആയതുകൊണ്ട് അത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറയുന്നത്. പിന്നെ ബുദ്ധിമാനും വിശുദ്ധാത്മാവും ഏതൊരാളും കൃഷ്ണബോധം ഉൾക്കൊള്ളും ഭൗതിക സേവനം അനുഷ്ഠിക്കും. അപ്പൊ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് പരമ ആനന്ദം. നമ്മുടെ ലക്ഷ്യം എല്ലാവർക്കും ബുദ്ധി ഉപയോഗിക്കുന്നത് അവന്റെ കാര്യം പെർഫെക്റ്റ് ആയിട്ട് നടത്താനാണ് അല്ലെ. അപ്പൊ ആ ബുദ്ധിയുള്ള വ്യക്തികൾ എന്താണ്, അവന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്തായിരിക്കും? പരമാനന്ദമായിരിക്കും. അതിനുവേണ്ടി അവൻ ശ്രമിക്കും എന്നാ പറയുന്നത്. കൃഷ്ണനെ മനസ്സിലാക്കി ഭക്തിയുദ്ധ സേവനത്തിൽ ഏർപ്പെടാത്തിടത്തോളം കാലം സമാന ദൃഷ്ടിക്ക് ബുദ്ധിമാനായിരുന്നാലും ആ നിലയ്ക്ക് അംഗീകരിക്കാൻ പറ്റും. അവർ ബുദ്ധിമാനാണെന്ന് പറഞ്ഞാലും ഭഗവാന്റെ കാര്യങ്ങൾ ഏർപ്പെടത്തോളം കാലം അൾട്ടിമേറ്റ് നമുക്ക് നമ്മുടെ ബുദ്ധി അതിനാണ് ഉപയോഗിക്കേണ്ടതാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. ഇത് സുധാമാരുടെ കഥയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. അതും പുരുഷോത്തമ യോഗത്തിലാണ്. പുരുഷോത്തമ യോഗത്തിൽ ശരിക്കും ആത്മീയ ലോകവും ഭൗതിക ലോകവും തമ്മിലുള്ള വിവരണമാണ് ശരിക്കും താഴത്തുള്ള ലോകം. അതായത് ഭൗതിക ലോകം എന്ന് പറഞ്ഞതൊരു അരയാലിന്റെ ഒരു ചിത്രം. അതായത് തല മുകളിൽ, അതായത് വേരുകൾ മുകളിലേക്ക് എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റ് ആണ് താഴെ. അപ്പൊ നമ്മൾ ഈ മരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ പെട്ടെടുക്കണ പോലെയാണ്. ബദ്ധാത്മാക്കൾ എന്നുള്ള രീതിയിൽ മരത്തിന്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ പെട്ടെടുക്കണ പോലെ. അപ്പൊ നമ്മളെ ഒരു ജന്മം കഴിഞ്ഞ് ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് ഇങ്ങനെ നമ്മള് മാറിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്.
അപ്പൊ നമ്മൾ പറയുന്നത് പിന്നെ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഭഗവാന്റെ അംശം തന്നെയാണ്. അപ്പൊ ഭഗവാന്റെ അംശം, ഭഗവാൻ എങ്ങനെയാണ് അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ, അതായത് നമ്മുടെ ആത്മാവ് അതേ പോയിന്റിൽ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ എല്ലാ ശക്തികളും എല്ലാ ആനന്ദമുള്ളതാണ് നമ്മള്. പിന്നെ നമ്മളെ ജന്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ജന്മത്തിന് അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ ആ സങ്കല്പങ്ങളാണ്, ജീവിത സങ്കല്പമാണ്, സൂക്ഷ്മ ശരീരമാണ് പോണത്. അതിനനുസരിച്ചുള്ള ജീവിത പ്രകൃതിയാണ് നമ്മൾ കിട്ടുന്നത്. അതിനനുസരിച്ച് ആ ജീവിതത്തിൽ കയറുമ്പോൾ നമ്മൾ നായാവ ഏത് ജന്മമാണെങ്കിലും ആ ജന്മത്തിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പറയുന്നത്. പിന്നെ പറയുന്നത് ഭഗവാന്റെ ആ ലോകത്തെ പറ്റി ഭഗവാൻ വർണ്ണിക്കുന്നത്. അവിടെ ലോകത്തിൽ പറയുമ്പോൾ അവിടെ ഭഗവാന്റെ ബ്രഹ്മജ്യോതിസ് തന്നെയാണ് അവിടെ എല്ലാ ഗ്രഹങ്ങളെയും തേജോമനമാക്കുന്നത്. അത് ഭൗതിക ലോകത്തിൽ മാത്രമാണ് ഈ ഗ്രഹങ്ങളുള്ളതെന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഭഗവാനാണ് വേദങ്ങൾ ഉണ്ടാക്കിയതും വേദങ്ങൾ അറിയുന്നതും. പൂർണ്ണമായിട്ട് ആ വേദത്തെ അറിയുന്നത് ഭഗവാനാണ്. ഭഗവാൻ എല്ലാവരും ഹൃദയത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ ആത്മാക്കളെ പറ്റിയാണ്. 2 തരം ആത്മാക്കൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ മുക്താത്മാക്കളും, ഒന്ന് ബദ്ധാത്മാക്കൾ. ബദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്തിലുള്ള നമ്മളെ പോലുള്ള എല്ലാവരും ബദ്ധാത്മാക്കളാണ്. ബുദ്ധാത്മാക്കൾ ആത്മീയ ലോകത്ത് ഭഗവാന്റെ കൂടെ ഉള്ളത് എല്ലാതും മുക്താത്മാക്കളാണ്. ആ മുക്താത്മാക്കളിൽ തന്നെ പറയുമ്പോൾ മുക്താത്മാക്കളിൽ പറയും ഇതിനെ ഈ ഭഗവാൻ തന്നെ ഇതിന്റെ 2ന്റെ അപ്പുറത്താണെന്ന് പറഞ്ഞു. ഈ മുക്താത്മാക്കളെയും അതുപോലെ ബദ്ധാത്മാക്കളെയും കൺട്രോൾ ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ്. പിന്നെ ഭഗവാൻ ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതൻ എന്ന് പറയുന്നത്. അതീന്ദ്രിയതനും ഇന്ദ്രിയങ്ങൾക്ക് അതീതനും. നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാൻ അറിയാൻ കഴിയില്ല. പക്ഷെ നശിക്കാതിരിക്കാത്ത വസ്തുക്കൾ ക്ഷരങ്ങൾ അക്ഷരങ്ങൾക്ക് അതിനപ്പുറത്തും. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവില്ല ഭഗവാന്റെ സങ്കല്പത്തെ പറ്റി. അതാണ് ഭഗവാൻ ക്ഷരങ്ങൾക്ക് അക്ഷരങ്ങൾക്ക് അതീതനാണെന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ പറയുന്നത് ഭക്തിയുദ്ധ സേവനം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ആ ഭക്തിയുദ്ധ സേവനത്തിൽ പൂർണ്ണമായി മുഴുകിയിരിക്കണം. അങ്ങനെ മുഴുകിയിരുന്നാലോ നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ജ്ഞാനം അതീവ രഹസ്യമാണ് വേദഗ്രന്ഥം. അപ്പൊ അതീവ രഹസ്യമായിരിക്കണം. അത്രയും പ്രത്യേകിച്ച് അത്തരം ഭക്തന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കണം. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അർജുനൻ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ഭക്തനായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഉപദേശിച്ചു കൊടുത്തത് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഇനിയിപ്പോ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഈ ശ്ലോകങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറഞ്ഞ ഈ ശ്ലോകത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്തോട്ടെന്നാ, മര്യാദ ക്ലോസ് ചെയ്തോട്ടെന്നാ. ഹരേ കൃഷ്ണ. ഓക്കെ. പഞ്ചകൽപ്പ കൃപാസിന്ധ്യാവച പതിനാം ഭാവനേഭി വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവ ഭക്തർക്ക് ജയ്, ഗുരുദേവക്ക് ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. പ്രഭുജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും